നമസ്തേ. പുത്തൻപുലരിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനത്ത് ശക്തമായ മഴയാണ്. 5 ജില്ലകൾക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാലും വളരെ വേഗം നോക്കി വരാൻ പ്രധാന വാർത്തകൾ. അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ മരിച്ചവരെ തിരിച്ചറിയാനുള്ള നടപടികൾ തുടരുന്നു. കൂടുതൽ DNA ഫലങ്ങൾ ഇന്ന് പുറത്തുവരും. വിമാനം തകർന്ന് വീണ സ്ഥലത്തും പരിശോധന. ഇറാനെതിരെ ആഞ്ഞടിച്ച് ഇസ്രയേൽ. ഇറാനിലെ എണ്ണപ്പാടം ഉൾപ്പെടെ തകർത്തു. പാൾസ് റിഫൈനറിക്ക് നേരെയും ആക്രമണം. തിരിച്ചടി ഉടനെന്ന് വെല്ലുവിളിച്ച് ഇറാൻ. പ്രധാനമന്ത്രിയുടെ ത്രിരാഷ്ട്ര സന്ദർശനം ഇന്നു മുതൽ. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള മോദിയുടെ ആദ്യ വിദേശ പര്യടനം. കാനഡയിൽ G7 ഉച്ചകോടി നാളെ. സെപ്രസും ക്രൊയേഷ്യയും സന്ദർശിക്കും. വഴിവിട്ട നീക്കവുമായി വീണ്ടും കണ്ണൂർ സർവകലാശാല. ചട്ടങ്ങൾ കാറ്റിൽ പറത്തി. ഇടത് സ്ഥാനാർത്ഥി M സ്വരാജിന്റെ ഭാര്യയ്ക്ക് PhD നേടാൻ അവസരം. 1 ലക്ഷം രൂപ പിഴ അടച്ച് ഡോക്ടറേറ്റ് സമ്പാദിക്കാൻ നീക്കം. പാർട്ടി പഠന കേന്ദ്രത്തിനും പിണറായി സർക്കാർ സഹായം. AKG സെന്റർ പഠന ഗവേഷണ കേന്ദ്രത്തിന് ലക്ഷങ്ങൾ അനുവദിച്ച് വിനോദസഞ്ചാര വകുപ്പ്. ഉത്തരവിന്റെ പകർപ്പ് ജനം TVക്ക്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ. 5 ജില്ലകളിൽ റെഡ് അലർട്ട്. മഴവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയത്തിനും സാധ്യത. റിപ്പോർട്ടുകളിലേക്ക് എത്തുമ്പോൾ ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമാണ്. ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ വീണ്ടും ഇസ്രയേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇസ്രയേൽ നഗരങ്ങളിലേക്കുള്ള ഇറാന്റെ മിസൈൽ ആക്രമണവും തുടരുകയാണ്. ഇറാന്റെ പ്രതിരോധ സേന ആസ്ഥാനം ഇസ്രയേൽ ആക്രമിച്ചു. ഇറാന്റെ ആണവ ഗവേഷണ കേന്ദ്രം ഉൾപ്പെടെ ആക്രമിച്ചതായാണ് വിവരം. തിരിച്ചടി തുടരുമെന്നാണ് ഇറാന്റെ വെല്ലുവിളി. അമേരിക്കയുമായി ആണവ ചർച്ചയ്ക്കില്ല എന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട്. ഐസൻ ജോസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഐസൻ, ഇസ്രയേൽ കനത്ത പ്രഹരമാണ് ഇറാന് നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇറാൻ ഈ ഒരു ഘട്ടത്തിൽ വെല്ലുവിളിച്ചിരിക്കുന്നു. ഈ അടിക്ക് തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ പറയുന്നത്. അതോടൊപ്പം തന്നെ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നൊരു കാര്യം കൂടി ഇറാൻ പറഞ്ഞു വയ്ക്കുകയാണ്. തീർച്ചയായും ഈ ആക്രമണം ആരംഭിച്ച ദിവസം തന്നെ ഇസ്രായേൽ ആദ്യ ആക്രമണം നടത്തി അന്ന് തന്നെ ഇറാന്റെ ഭാഗത്തു നിന്ന് കടുത്ത നിലപാട് ഇക്കാര്യത്തിൽ, അതായത് അമേരിക്കയുമായുള്ള തുടർ ചർച്ചകൾ ആവശ്യമില്ല എന്ന നിലപാടിലേക്ക് എത്തിയിരുന്നു. നമുക്കറിയാവുന്നതാണ്, 5 തവണ സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയുമായി ചർച്ചകൾ നടത്തിയിരുന്നു. ഈ ആണവ കേന്ദ്രങ്ങളിലെ പരിശോധനയും അതുപോലുള്ള സംവിധാനങ്ങളും ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ചർച്ചകൾ മുഴുവനും നടന്നിരുന്നത് എങ്കിൽ കൂടി ആ ചർച്ചകൾ തുടരുന്നതിനിടെയാണ് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുന്നതും ഇസ്രായേലിനെതിരെ ഇസ്രായേൽ ആക്രമണം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ കടുത്ത നീക്കത്തിലേക്ക് ടെഹ്റാൻ നീങ്ങുകയും അല്ലെങ്കിൽ ഇറാൻ നീങ്ങുകയും ചെയ്തത്. ചർച്ചകൾ വേണ്ടതില്ല എന്ന് അന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. അത് മാത്രമല്ല, ഈ ചർച്ചകളിൽ നിന്നും പൂർണ്ണമായി പിന്മാറുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായി. ഈ ചർച്ചകളിൽ നിന്നും പിന്മാറിയതിന് തൊട്ടടുത്ത ദിവസമാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ആണവായുധങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഇറാൻ എന്ന കൃത്യമായ റിപ്പോർട്ട് ആ മീറ്റിംഗിൽ അംഗീകരിച്ചത്, ഗവർണിംഗ് ബോഡി മീറ്റിംഗിൽ അംഗീകരിക്കുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഈ സംഘർഷം അതിശക്തമായി ആരംഭിക്കുകയും ചെയ്യുന്നത്. ഇസ്രായേലിന്റെ ആക്രമണം ആരംഭിച്ചത് ഉടൻ തന്നെ, അതായത് ആണവ കേന്ദ്രങ്ങളിൽ നിശ്ചലമാക്കുന്നതിനുള്ള ഒരു ആക്രമണം നടന്നതിന് പിന്നാലെയാണ് ഈ സംഘർഷാവസ്ഥ അതിരൂക്ഷമായി ഉടലെടുക്കുകയും ചെയ്തത്. ഇന്നലെയും അതിശക്തമായ ഒരു ആക്രമണം ഇറാനിലെ പല മേഖലകളിലും നടത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഷഹ്റൻ എണ്ണ കേന്ദ്രത്തിൽ, റിഫൈനറിയിൽ വലിയ തോതിലുള്ള ഒരു ആക്രമണം നടത്തിയതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പങ്കുവെച്ച് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സ് ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. ടെഹ്റാനെ ടെഹ്റാനെ ചാമ്പലാക്കുമെന്ന ഒരു മുന്നറിയിപ്പ് ഇന്നലെ തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു, ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇന്നത് യാഥാർത്ഥ്യമായി എന്ന രീതിയിലുള്ള കൃത്യമായ വാക്കുകൾ ഉപയോഗിച്ച് തന്നെയാണ് അദ്ദേഹം എക്സിൽ പോസ്റ്റ് പങ്കുവയ്ക്കുകയും ആ വീഡിയോ പങ്കുവയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. വലിയ തോതിൽ അഗ്നിബാധ ആ പ്രദേശങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, ഇറാന്റെ ആണവ ഗവേഷണ കേന്ദ്രവും പൂർണ്ണമായും തച്ചു തകർത്ത ഒരു നീക്കവും ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ആണവ വികിരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച സ്ഥിരീകരണം ഇനിയും വരേണ്ടതുണ്ട്. അന്താരാഷ്ട്ര ആറ്റമിക് എനർജി ഏജൻസിയുടെ ഭാഗത്തു നിന്നാണ് ആ
സ്ഥിരീകരണം വരേണ്ടത്. ഇസ്രായേൽ നഗരങ്ങളിലും നിരവധി ഇസ്രായേൽ നഗരങ്ങളിൽ ഇത്തരത്തിൽ റോക്കറ്റുകളുടെ ആക്രമണം ഉൾപ്പെടെ നടന്നിട്ടുണ്ട് ഇറാന്റെ ഭാഗത്തു നിന്ന് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വലിയ തോതിലുള്ള ഒരു ആക്രമണമാണ് ഈ ഇസ്രായേൽ നഗരങ്ങളിൽ നടത്തിയത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത് അന്താരാഷ്ട്ര സമൂഹം തന്നെ ഈ കാര്യത്തിൽ ഒരു കരുതലോടെ പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. തൊട്ടടുത്ത രാജ്യമായ ജോർദാൻ കർശനമായ നീക്കത്തിലേക്ക് നീങ്ങുന്നതിന്റെ തുടക്കമായി വ്യോമപാതകൾ മുഴുവൻ അടയ്ക്കുകയും എല്ലാ എയർപോർട്ടുകളും ടേക്ക് ഓഫും ലാൻഡിങ്ങും നിർത്തിവെപ്പിക്കുകയും ചെയ്തുകൊണ്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് സുരക്ഷിതമല്ല വ്യോമത്താവളം, വ്യോമമേഖല എന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ആക്രമണം ആരംഭിച്ച നിമിഷം തന്നെ നിരവധി വിമാന കമ്പനികൾ പശ്ചിമേഷ്യൻ വ്യോമമേഖലയെ ഒഴിവാക്കുന്ന ഒരു നീക്കമുണ്ടായിരുന്നു. പശ്ചിമേഷ്യയിൽ ഒരു സംഘർഷ സാധ്യത അതിശക്തമായി തുടരുന്നു എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഏതാണ്ട് 65ഓളം ഇസ്രായേലിന്റെ പ്രദേശങ്ങളിലാണ് ആക്രമണം നടന്നിട്ടുള്ളത് എന്നാണ് അറിയാനും സാധിക്കുന്നത്. വലിയ തോതിലുള്ള ഒരു ആക്രമണം ഇസ്രായേലിൽ നടക്കുകയും സ്വാഭാവികമായും അതിശക്തമായ ഒരു തിരിച്ചടി ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ടെഹ്റാനെതിരെ അല്ലെങ്കിൽ ഇറാനെതിരെ ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല ഇക്കഴിഞ്ഞ ദിവസമാണ് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമൈനിയുടെ ഉപദേശകൻ കൊല്ലപ്പെട്ടതായ വാർത്തകൾ പുറത്തു വന്നത്. ഇന്ന് അത് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള തുടർ വാർത്തകൾ ഓരോന്നോരോന്നായി പുറത്തു വരികയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ആക്രമണങ്ങൾ വീണ്ടും തുടരുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ ഇറാനെ ചാമ്പലാക്കുമെന്ന നിലപാട് വളരെ കൃത്യമായി ഇസ്രായേൽ സ്വീകരിക്കുകയും ആ സ്വീകരിച്ച നിലപാടിനെ ഇന്ന് യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു എന്നതാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ മേൽക്കൈ നേടുന്ന ഒരു ആക്രമണമായി മാറിയിരിക്കുന്നത്. മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത് അന്താരാഷ്ട്ര സമൂഹമെല്ലാം തന്നെ സമാധാനത്തിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെടണമെന്നൊരു ആവശ്യം ഭാരതത്തിലെ ഇസ്രായേൽ അംബാസഡറൊക്കെ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിലുള്ള നീക്കങ്ങൾ കാര്യമായിട്ടില്ല എങ്കിലും അതിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു എന്നാണ് അറിയാനും സാധിക്കുന്നത്. മാത്രമല്ല ഇന്നലെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സുരക്ഷാ ക്യാബിനറ്റിന്റെ യോഗം അല്ലെങ്കിൽ ഈ യുദ്ധ സാഹചര്യങ്ങളിൽ മാത്രം ചേരുന്ന സുരക്ഷാ ക്യാബിനറ്റിന്റെ യോഗവും ചേർന്നത്. ഈ യോഗം ചേർന്നതിന് പിന്നാലെയാണ് കടുത്ത നടപടികൾ ഉണ്ടായത്. യോഗത്തിൽ ചില പ്രത്യേക സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന ചില സൂചനകളൊക്കെ വരുന്നുണ്ടെങ്കിലും ഇനിയും സ്ഥിരീകരണം അക്കാര്യത്തിൽ വരേണ്ടതുണ്ട്. ഔദ്യോഗിക മാധ്യമങ്ങളൊന്നും തന്നെ കൃത്യമായൊരു നിരീക്ഷണം ഇക്കാര്യത്തിൽ നടത്തിയിട്ടില്ല എന്നതാണ് മറ്റൊരു സുപ്രധാന ഘടകം. എന്ത് തന്നെയായാലും ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷമായിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഭീകര സംഘടനകളുടെ പ്രത്യാക്രമണം ഉണ്ടാകാനുള്ള സാധ്യത കൂടി മുൻകൂട്ടി കണ്ടാണ് നീക്കങ്ങൾ നടത്തുന്നത്. ഇന്നലെ തന്നെ ഇറാൻ വളരെ കൃത്യമായൊരു നിർദ്ദേശം നൽകിയിരുന്നു അല്ലെങ്കിൽ കൃത്യമായൊരു സൂചന നൽകിയിരുന്നത് അമേരിക്കയ്ക്കും അതുപോലെ തന്നെ UK-ക്കും ഫ്രാൻസിനുമാണ്. ഫ്രാൻസ് ഈ 3 രാജ്യങ്ങളുടെയും സൈനിക സംവിധാനങ്ങൾ ഈ പശ്ചിമേഷ്യൻ പരിസരങ്ങളിലും കടലുകളിലും എല്ലാം തന്നെ കൃത്യമായി ഉണ്ട്. മെഡിറ്ററേനിയനിലെല്ലാം തന്നെ കൃത്യമായി വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്, ചെങ്കടലിലുണ്ട്. ഈ സംവിധാനങ്ങൾ ഏതെങ്കിലും തങ്ങളുടെ ഇസ്രായേലിനെതിരായ ആക്രമണത്തെ ചെറുക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ആ സംവിധാനങ്ങളെ ലക്ഷ്യമിട്ട് ബോംബുകൾ വർഷിക്കുമെന്ന നിലപാട് ഇറാൻ ഇന്നലെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ ഇടപെടുന്നത് വലിയ അവധാനത്തോടെയാണ് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. UN സെക്യൂരിറ്റി കൗൺസിൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇതിനെ ഈ ആക്രമണത്തെ എതിർക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ശക്തമായ ആക്രമണം ഇന്നും തുടരുകയാണ്. ഏതാണ്ട് ഇറാനെ പൂർണ്ണമായും അവസാനിപ്പിക്കുമെന്ന ഉറച്ച നിലപാടിൽ നിന്നും മാറ്റമില്ലാതെ തുടരുകയാണ് ഇസ്രായേൽ. മാത്രമല്ല ഈ ആക്രമണം അതിശക്തമായി തുടരുകയും ചെയ്യുന്നുണ്ട്. ദേവിക. ഐസൻ, അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ആഗോള സമ്പദ് വ്യവസ്ഥയെ ഈ സംഘർഷം ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിലൊരു ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടല്ലോ. മാത്രവുമല്ല ഇറാന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇനിയൊരു ശക്തമായ ആക്രമണത്തിന് ഇറാന് ശേഷിയുണ്ടോ, ആണവായുധം നിർമ്മിക്കാനുള്ള കേപ്പബിലിറ്റി ഇറാൻ ഉണ്ടോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളും കൂടി അവിടെ ഉണ്ട്. എൻറിച്ച്മെന്റ് തന്നെയാണ്, അതായത് യുറേനിയം എൻറിച്ച്മെന്റ് തന്നെയാണ് വലിയൊരു വിവാദം അല്ലെങ്കിൽ ഒരു പ്രശ്നമായി മാറിയത്. ഈ എൻറിച്ച് യുറേനിയം ഉപയോഗിച്ച് അത് ബോംബാക്കി മാറ്റുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് ഇസ്രായേൽ കൃത്യമായി ആരോപിച്ചത്. 9ഓളം ബോംബുകൾ തയ്യാറാക്കി കഴിഞ്ഞുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ ഔദ്യോഗികമായി ആദ്യ ആക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെ ആക്രമണം നടന്നതായി അറിയിച്ചതിന് ആ സന്ദേശത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. 9ഓളം ആറ്റം ബോംബുകൾ നിർമ്മിച്ചുവെന്ന് പറയുമ്പോൾ തീർച്ചയായും ലോകം മുഴുവൻ നശിപ്പിക്കത്തക്ക ശേഷിയുള്ള ബോംബുകളാണ് നിർമ്മിക്കപ്പെട്ടത്. അതിന്റെ അവസാന ഘട്ടം, അതായത് ഈ ബോംബുകൾ ഉപയോഗിക്കുന്നതിന് തൊട്ടു മുമ്പ് ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളും സജ്ജീകരണങ്ങളും മാത്രമാണ് ബാക്കിയുള്ളത്. അത് തീർച്ചയായും ബോംബുകളുടെ നിർമ്മാണം പൂർത്തിയായി എന്ന് തന്നെ കണക്കാക്കാവുന്ന രീതിയിലുള്ള ഒരു നടപടിയാണ് എന്നും അറിയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് യുദ്ധത്തിലേക്ക് നീങ്ങുകയും ചെയ്തത്. പക്ഷേ ഇത്തരത്തിൽ അതിമാരകമായ ബോംബുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതിന് എന്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് സംബന്ധിച്ചൊരു വിശദീകരണം ഇതുവരെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഭാഗത്തു നിന്നോ അന്താരാഷ്ട്ര ആറ്റോമിക് എനർജി ഏജൻസിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇന്നലെ ഒരു ആണവ കേന്ദ്രത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ ആണവ കേന്ദ്രത്തിൽ നേരിയ തോതിൽ
രാസമാലിന്യം കലർന്നു, അതായത് അത് പുറത്തു നിന്നുള്ള ചില രാസവസ്തുക്കൾ കലർന്നിട്ടുണ്ട്. അത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി ആ ആണവ കേന്ദ്രത്തിന്റെ പ്രവർത്തനം നിർത്തിവെച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. പക്ഷേ അതുപോലെ ഏതെങ്കിലും വിശദമായ വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് സംബന്ധിച്ച് അമേരിക്ക ചില നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തീർച്ചയായും ഇത്തരത്തിലുള്ള ആണവായുധ ശേഖരം അവിടെ ഉണ്ട് എന്ന് അന്താരാഷ്ട്ര ആറ്റോമിക് എനർജി ഏജൻസി ഉൾപ്പെടെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിന്റെ അവസ്ഥ എന്ത് എന്നത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണമാണ് ഇനി വരേണ്ടത്. എന്നാൽ അത് സംബന്ധിച്ചുള്ള കൃത്യമായ റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അടുത്തൊരു പ്രധാന ഘടകം ദേവിക സൂചിപ്പിച്ചതുപോലെ ആയുധം നിർമ്മിക്കാനുള്ള ശേഷി ഇറാനുണ്ടോ എന്നതാണ്. അത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. നിലവിലെ സാഹചര്യത്തിൽ അതിശക്തമായ ആക്രമണം നടന്നു എന്ന് പറയുമ്പോൾ എണ്ണ താവളങ്ങളിലും അല്ല എണ്ണ റിഫൈനറിയിലും അതുപോലെ തന്നെ എണ്ണ ശേഖരത്തിലുമെല്ലാം തന്നെ അല്ലെങ്കിൽ എണ്ണപ്പാടങ്ങളെ തന്നെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പ്രതിരോധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി വലിയ തോതിലുള്ള ഒരു ബാധ്യതയിലേക്ക് ഏത് രാജ്യവും നീങ്ങുകയും ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയൊരു സങ്കീർണാവസ്ഥ ഇറാൻ നേരിടുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു സുപ്രധാനമായ ഘടകം എടുത്തു പറയേണ്ടത് ഈ ആണവ ഈ യുദ്ധം ആരംഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശത്തെ ഒരു അവസ്ഥ സാമ്പത്തിക രംഗത്തെ ബാധിക്കുന്ന രീതിയിലുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ എണ്ണപ്പാടങ്ങൾക്ക് നേരെയാണ് ഇറാന്റെ എണ്ണപ്പാടങ്ങൾക്ക് നേരെയാണ് കൃത്യമായും ഇസ്രായേൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്ന് തന്നെ എണ്ണ ഉൽപാദന രാജ്യങ്ങൾക്ക് എണ്ണ വിലയിൽ വർധന വരുത്താനുള്ള ഒരു സാഹചര്യമായി അതും കൂടി മാറും എന്നൊരു യാഥാർത്ഥ്യമാണ്. ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിക്കാനും ക്രൂഡ് ഓയിൽ ലേലത്തിൽ അതിന്റെ വില വർദ്ധിക്കാനുള്ള ഒരു സാധ്യത കൃത്യമായും കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിലൊരു ക്രൂഡ് ഓയിൽ വില വർധന ഉണ്ടാവുകയാണെങ്കിൽ എണ്ണ വിലയുടെ വർധനയാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുക. പശ്ചിമേഷ്യയെ മൊത്തം ബാധിക്കുന്ന ഈ വിഷയത്തിൽ വലിയ തോതിലുള്ള ആഘാതം അത് ഉണ്ടാക്കുകയും ചെയ്യുമെന്നതൊരു യാഥാർത്ഥ്യമാണ്. എങ്കിലും അതിനെ നേരിടാനുള്ള സംവിധാനങ്ങൾ നിലവിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഉണ്ട് എങ്കിൽ കൂടി അത് വലിയ തോതിൽ ഒരു റിസ്ക് ഉള്ള ജോലിയാണ് അല്ലെങ്കിൽ കുറച്ച് എഫർട്ട് ഉള്ള ജോലിയാണ് എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അത്തരമൊരു സാമ്പത്തിക പ്രശ്നം തന്നെയാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ ഈ അൺറസ്റ്റ് നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇസ്രായേലും ഇറാനും ഒക്കെ കേന്ദ്രീകരിച്ച് നടക്കുന്ന പല വാണിജ്യ സംവിധാനങ്ങളെയും അത് പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഈ കയറ്റുമതി ഇറക്കുമതി മേഖലയെ വലിയ തോതിൽ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. വ്യോമയാന രംഗത്തെ ഇപ്പോൾ തന്നെ ഇത് ബാധിച്ചു കഴിഞ്ഞു. ജോർദാനിലെ എയർപോർട്ടുകൾ പൂർണ്ണമായും അടച്ചു എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുമ്പോൾ കടുത്ത സാമ്പത്തിക ആഘാതത്തിലേക്ക് മേഖലയെ നയിക്കാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അതിന്റെ ക്വാണ്ടിഫൈ ചെയ്ത എത്ര നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ആഘാതമാണ് സാമ്പത്തിക രംഗത്ത് ഉണ്ടായിരിക്കുന്നത് എന്നത് സംബന്ധിച്ച വിശദീകരണം മാത്രമാണ് ഇനി വരേണ്ടതുള്ളത്. ഇത് തന്നെയായാലും വലിയ തോതിലുള്ള സാമ്പത്തിക രംഗത്തെ ആഘാതത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ രാജ്യങ്ങളും എണ്ണപ്പാടങ്ങളുമാണ്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങളും അതേ സമാനമായ പ്രശ്നം ഇറാനെയും ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇറാന്റെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ ആക്രമണം നടത്തുമ്പോൾ എണ്ണ സ്റ്റോക്കിനെ ബാധിക്കുന്നത് മാത്രമല്ല എണ്ണ ഉൽപാദനത്തെ കൂടി പ്രതികൂലമായത് ബാധിക്കുകയും സ്വാഭാവികമായും എണ്ണയുടെ സർക്കുലേഷനെ പോലും ബാധിക്കുന്ന രീതിയിൽ ആ മേഖലയിൽ ഒരു അൺറസ്റ്റ് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ തീർച്ചയായും എണ്ണവില വർദ്ധിക്കാനും എണ്ണയുടെ ലഭ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ലഭ്യതയെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാനും സാധ്യതയുണ്ട്. അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ ആണവായുധങ്ങളുടെ വിനിയോഗവും വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും ചെയ്യും. ഓപ്പറേഷൻ റൈസിംഗ് ലയണിന് പ്രചോദനം ഓപ്പറേഷൻ സിന്ദൂരോ? ഇറാനിൽ ഇസ്രായേൽ ആക്രമണം നടന്നത് മുതൽ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ചർച്ചയായത് ഇതാണ്. കൃത്യമായ ആസൂത്രണത്തിലൂടെ പാകിസ്ഥാനെതിരെ ഭാരതം വിജയഭേരി മുഴക്കിയപ്പോൾ സമാനമായ പ്ലാനിങ്ങും നടത്തിപ്പുമാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയണും കണ്ടത്. 23 മിനിറ്റ്, 9 ഭീകര കേന്ദ്രങ്ങൾ, 100ഓളം ഭീകരർ. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരതയ്ക്കെതിരെ ലോകത്തിന് ഭാരതം നൽകിയ പാഠം. മിനിറ്റ്, 200 പോർ വിമാനം, 100 കേന്ദ്രങ്ങൾ. ഓപ്പറേഷൻ റൈസിംഗ് ലൈനിലൂടെ ഇറാന് ഇസ്രായേലിന്റെ താക്കീത്. പുലർച്ചെയായിരുന്നു 2 ആക്രമണങ്ങൾ. ഇന്ത്യൻ സമയം 1:05 മുതൽ 1:28 വരെയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയം. ഇറാൻ സമയം പുലർച്ചെ 3 മണി മുതൽ 4:18 വരെയായിരുന്നു ഓപ്പറേഷൻ റൈസിംഗ് ലൈനിനായി ഇസ്രായേൽ തെരഞ്ഞെടുത്ത സമയം. 5 ഘട്ടമായുള്ള ആക്രമണമാണ് ഇറാനിൽ നടന്നത്. 200-ലേറെ ഇസ്രായേൽ പോർ വിമാനങ്ങളാണ് ആക്രമണത്തിൽ അണിനിരന്നത്. ടെഹ്റാൻ, തബ്രിസ്, ഇസ്ഫഹാൻ, കിർമൻഷാ എന്നീ പ്രധാന നഗരങ്ങളിലാണ് ഇസ്രായേൽ ആക്രമണം നടന്നത്.
ഇറാന്റെ ആണവ പദ്ധതിയുടെ ഹൃദയമായ നറ്റാൻസ് ആണവ കേന്ദ്രത്തിൽ അടക്കമായിരുന്നു ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനവും റഡാറുകളും ആക്രമണത്തിൽ തകർന്നു. ഇറാൻ സായുധ സേനാ വിഭാഗമായ റവല്യൂഷണറി ഗാർഡ് കോർ ആസ്ഥാനത്ത് സ്ഫോടനവും തീപിടുത്തവും ഉണ്ടായി. പിടിച്ചു നിൽക്കാൻ ഇറാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം ഇസ്രായേൽ പരാജയപ്പെടുത്തി. കണ്ടത് ട്രെയിലർ മാത്രമെന്നും നല്ല നടപ്പില്ലെങ്കിൽ ഇനിയും പാകിസ്ഥാനെതിരെ ശക്തമായി അടിക്കുമെന്നായിരുന്നു ഭാരതം ആവർത്തിച്ച് നൽകിയ മുന്നറിയിപ്പ്. ഇറാൻ ഇസ്രായേൽ നൽകുന്നതും ഇതേ മുന്നറിയിപ്പാണ്. ഇനിയും നിർത്തിയില്ലെങ്കിൽ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ തുടരുമെന്ന്. ഭീകരതയ്ക്ക് വിളനിലമാകുന്ന ഇടങ്ങളെല്ലാം തുടച്ചുമാറ്റി പുതിയൊരു ലോകക്രമം രൂപപ്പെടുന്നുവോ എന്നതാണ് ചൂടുപിടിച്ച ചർച്ച. ന്യൂസ് ഡെസ്ക് ജനം. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ചവരെ തിരിച്ചറിയാനുള്ള DNA പരിശോധന തുടരുകയാണ്. 11 സാമ്പിളുകൾ ഇതുവരെ പോസിറ്റീവായിട്ടുണ്ട്. തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി തുടങ്ങി. ഗൗതം അനന്തനാരായണൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഗൗതം, ഇപ്പോൾ DNA പരിശോധന തുടർന്നു വരികയാണ്. അതോടൊപ്പം തന്നെ 11 സാമ്പിളുകൾ ഇപ്പോൾ പോസിറ്റീവായിട്ടുണ്ട്. ഈ ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഇപ്പോൾ പരിക്കേറ്റ് ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? ഈ DNA പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഏതാണ്ട് 294 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. അതിനാൽ ഇവരുടെ എല്ലാം മൃതദേഹങ്ങൾ, പ്രത്യേകിച്ച് ഈ വിമാനത്തിനകത്ത് മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങളാണ് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ കത്തിക്കരിഞ്ഞ നിലയിലായത്. അതിനാൽ തന്നെ DNA പരിശോധനയിലൂടെ മാത്രമേ ഈ കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. നിലവിൽ ഇന്നലെ രാത്രിയിൽ 11 ഈ ടെസ്റ്റുകൾ പോസിറ്റീവായി എന്നാണ് ലഭ്യമാകുന്ന വിവരം. സിവിൽ ആശുപത്രിയിലാണ് ഈ DNA പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പോസിറ്റീവ് ആകുന്ന ടെസ്റ്റുകൾ അപ്പോൾ തന്നെ മൃതദേഹങ്ങൾ അവരവരുടെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ആ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഈ അപകടം നടന്ന സ്ഥലത്ത് ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. അതായത് വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലും അതുപോലെ തന്നെ ഈ കെട്ടിടങ്ങൾക്കിടയിലുമൊക്കെ എന്തെങ്കിലും ഈ വിമാനത്തിൻ്റെതായ മറ്റു ഭാഗങ്ങളോ മറ്റോ കിട്ടുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് പകൽ സമയങ്ങളിൽ ഇപ്പോൾ ഈ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ദേവിക. ശരി, അതോടൊപ്പം തന്നെ ഗൗതം, രഞ്ജിതാജി നായർ എന്നൊരു മലയാളി കൂടി മരിച്ചവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. രഞ്ജിതയുടെ സഹോദരൻ കഴിഞ്ഞ ദിവസം എത്തി DNA സാമ്പിളുകളെല്ലാം നൽകിയിരുന്നു. എത്രയും വേഗം തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രഞ്ജിതയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള എല്ലാ സഹായവും ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ദ്രുതഗതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് അനുഗമിക്കാം, അല്ലേ? ദേവിക, വളരെ വേഗത്തിൽ തന്നെ ഈ പരിശോധന പൂർത്തീകരിച്ച് DNA പരിശോധന പൂർത്തീകരിച്ച് മൃതദേഹങ്ങൾ വിട്ടു നൽകാനാണ് ഇപ്പോൾ ഈ ആരോഗ്യ പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഗുജറാത്ത് സർക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രഞ്ജിതയുടെ സഹോദരൻ ഇന്നലെ പുലർച്ചെ അഹമ്മദാബാദിൽ എത്തിയിരുന്നു. അദ്ദേഹം ഇപ്പോഴും അവിടെ തുടരുകയാണ്. പരിശോധന ഇതിനുള്ള സാമ്പിൾ DNA പരിശോധനയ്ക്കായുള്ള സാമ്പിൾ ഈ ടെസ്റ്റ് നടത്തുന്ന ആളുകൾക്ക് ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും അത് പോസിറ്റീവ് ആകുന്ന ഘട്ടത്തിൽ വളരെ വേഗത്തിൽ തന്നെ മൃതദേഹം ഈ രഞ്ജിതയുടെ സഹോദരന് നൽകി കേരളത്തിലേക്ക് വിമാനമാർഗം അയക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഗുജറാത്ത് സർക്കാർ ഏർപ്പെടുത്തും. നേരത്തെ സുരേഷ് ഗോപി അതുപോലെ തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവരെല്ലാം രഞ്ജിതയുടെ പുല്ലാട്ടെ വീട് സന്ദർശിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. എന്തായാലും സഹോദരൻ ഇപ്പോഴും അഹമ്മദാബാദിൽ തുടരുന്നു. ഈ DNA പരിശോധനയ്ക്കായുള്ള സാമ്പിളുകൾ കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം നൽകിയതാണ്. ഈ ടെസ്റ്റ് നടക്കുന്ന ഘട്ടത്തിൽ പോസിറ്റീവ് ആകുന്ന ഘട്ടത്തിലാണ് ഓരോരുത്തരുടെയും മൃതദേഹങ്ങൾ ഈ ബന്ധുക്കൾക്ക് നൽകി പിന്നീട് സംസ്കരിക്കുന്നതിനായി അവരവരുടെ നാടുകളിലേക്ക് എത്തിക്കുന്നതിനായുള്ള സൗകര്യങ്ങൾ ഈ സർക്കാർ വൃത്തങ്ങൾ നൽകുന്നത്. അതേസമയം ഇതിന്റെ അന്വേഷണവും മറുഘട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ രീതിയിലുള്ള അന്വേഷണമാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണമാണ് ഏറ്റവും പ്രധാനമായി നടക്കുന്നത്. എങ്ങനെയാണ് ഈ ദുരന്തം ഉണ്ടായത്, ഇതിൽ അട്ടിമറി സ്വഭാവമുള്ളതാണോ അല്ലെങ്കിൽ എഞ്ചിൻ തകരാറുകളാണോ, ഇതേപ്പറ്റിയെല്ലാം വിശദമായി അന്വേഷിക്കുന്നത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ്. ഇത്തരം ഒരു ദുരന്തം ഇനിയും ആവർത്തിക്കാതിരിക്കാൻ വേണ്ട ഗൈഡ് ലൈൻസുകൾ വിമാന കമ്പനികൾക്ക് എയർ ഇന്ത്യക്ക് ഉൾപ്പെടെ നൽകുന്നതിന്
വേണ്ടി മറ്റൊരു ഉന്നതാധികാര സമിതിയെ കൂടി സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. ഇന്നലെ അഹമ്മദാബാദിൽ വാർത്താ സമ്മേളനം നടത്തിയ കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രി റാംമോഹൻ നായിഡു ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ആഭ്യന്തര സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള ഒരു സമിതിയാണ്. അതിൽ ആഭ്യന്തര മന്ത്രാലയത്തിലെ തന്നെ ജോയിന്റ് സെക്രട്ടറി ഉണ്ട്. അതോടൊപ്പം വ്യോമയാന സെക്രട്ടറിയും ഗുജറാത്ത് സർക്കാരിന്റെ ഒരു പ്രതിനിധിയും അടങ്ങുന്ന ഉന്നതാധികാര സമിതിയാണ്. ഈ സമിതി 3 മാസത്തിനകം റിപ്പോർട്ട് നൽകും. അങ്ങനെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെയും ഉന്നതാധികാര സമിതിയുടെയും DGCAയുടെയും എല്ലാം അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സാധാരണയായി വിമാന ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ വളരെ വൈകി മാത്രമേ പുറത്തു വരാറുള്ളൂ. ബ്ലാക്ക് ബോക്സും DVRും ഉൾപ്പെടെയൊക്കെ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. സാധാരണയായി മറ്റു കേസുകൾ പോലെ വളരെ പെട്ടെന്ന് അന്വേഷണ റിപ്പോർട്ടുകൾ വരാറില്ല. താമസം എടുത്താണ് ഈ റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. എന്തായാലും ഈ ഉന്നതാധികാര സമിതിയുടെ ഗൈഡ് ലൈൻസ് അടങ്ങുന്ന റിപ്പോർട്ട് അത് 3 മാസത്തിനകം സർക്കാരിന് സമർപ്പിക്കുമെന്നാണ് ഇന്നലെ വ്യോമയാന മന്ത്രി വ്യക്തമാക്കിയത്. ശരി. സുരക്ഷിത വിമാനത്താവളം എന്ന പേര് കേട്ട തിരുവനന്തപുരം വിമാനത്താവളത്തിന് ഭീഷണിയായിരിക്കുകയാണ് പക്ഷികൾ. ഈ വർഷം മാത്രം 10 തവണയാണ് ലാൻഡിംഗ് വിമാനങ്ങളിൽ പക്ഷിയിടിച്ച് തകരാറുണ്ടായത്. അറവ് മാലിന്യങ്ങൾ തള്ളുന്നത് വഴി പക്ഷികൾ കൂട്ടമായി എത്തുന്നതും കോർപ്പറേഷൻ പിടിപ്പുകേടും അപകടത്തെ വിളിച്ചു വരുത്തുകയാണ്. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, തിരുവനന്തപുരത്ത് കഴിഞ്ഞ കുറച്ച് നാളുകളായി കേട്ടുവരുന്ന ഏറ്റവും വലിയ പരാതിയാണ് ഇത്തരത്തിലുള്ള പക്ഷിശല്യം. ഇതുമായി ബന്ധപ്പെട്ട് സമീപത്തെ കടകൾക്കും വലിയ രീതിയിലുള്ള മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. ഈ അറവ് മാലിന്യം ഇവിടെ കൊണ്ട് തള്ളരുത് എന്നുള്ള മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഫലവത്തായില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടതല്ലേ? ദേവിക, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 10 അപകടങ്ങളാണ് തലനാരിഴയ്ക്ക് നീങ്ങിപ്പോയത് എന്നുള്ളതാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തെ ഏറ്റവും സേഫസ്റ്റ് വിമാനത്താവളം എന്നുള്ളതാണ് പറയപ്പെടുന്നത്. തെക്കേ ഇന്ത്യയിലെ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു വിമാനത്താവളമാണ്. ഇത്രയധികം സുരക്ഷാ ക്രമീകരണങ്ങളുള്ള അല്ലെങ്കിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു വിമാനത്താവളവും റൺവേയും ഉള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലും ഒപ്പം തന്നെ മാസങ്ങൾക്ക് മുമ്പുമൊക്കെ ചെന്നൈ നടക്കം പറന്നുയർന്ന വിമാനങ്ങൾ അത് എമർജൻസി ലാൻഡിങ്ങിനായി തെരഞ്ഞെടുത്തത് തിരുവനന്തപുരം വിമാനത്താവളമാണ്. അങ്ങനെ നിരവധി വിമാനങ്ങളാണ് എമർജൻസിയായി ലാൻഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നിലവിൽ സാഹചര്യത്തിൽ അഹമ്മദാബാദ് അപകടമടക്കം നടന്ന പശ്ചാത്തലത്തിൽ വലിയ ആശങ്കയോടെയാണ് പൈലറ്റുമാർ തിരുവനന്തപുരത്തേക്ക് വിമാനങ്ങൾ ഇറക്കുന്നതും വിമാനങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നത്. അതേസമയം ആശങ്കയോട് തന്നെയാണ് യാത്രക്കാരും നഗരസഭയും സമീപവാസികളും അടക്കമുള്ളത്. ഒരു ജനവാസ മേഖലയിലാണ് തിരുവനന്തപുരം വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. രാജ്യാന്തര വിമാനത്താവളം ഉള്ളത്. അതിന് സമീപത്ത് നിരവധി അറവുശാലകളുണ്ട്. ഒപ്പം തന്നെ മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുന്നത് പതിവാകുന്ന സാഹചര്യമുണ്ട്. പ്രദേശവാസികൾ അടക്കമുള്ളവരാണ് ഈ മാലിന്യങ്ങൾ അവിടെ കൊണ്ട് നിക്ഷേപിക്കുകയും കൂട്ടം കൂട്ടമായി പക്ഷികൾ അവിടെ എത്താനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. നിലവിൽ വിമാനങ്ങൾ ഉയരുന്നതിനും വിമാനങ്ങൾ താഴുന്നതിനും മുൻപായി അവിടെ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് വെടിവെച്ച ഉണ്ടാക്കും. ആ വെടിവെച്ചയിൽ കിളികൾ പറന്നു പോകും, പക്ഷികൾ പറന്നു പോകും എന്നുള്ളതാണ് നിലവിലെ ആശ്വാസമായിട്ടുള്ളത്. ഈ ഒരു അഹമ്മദാബാദ് അപകടം നടക്കുന്ന ദിവസം തന്നെ തിരുവനന്തപുരത്തേക്ക് ലാൻഡ് ചെയ്യാൻ പോയി വിമാനത്തിന്റെ എഞ്ചിന്റെ ഭാഗത്തേക്ക് പക്ഷി ഇടിച്ചു കയറാനായി ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ട്. അത് വളരെ ആശങ്കയോടുകൂടിയാണ് പൈലറ്റും ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്നവരും വീക്ഷിക്കുകയും ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ ഒരു ആശങ്കാജനകമായ സാഹചര്യമാണ് നിലവിൽ വിമാനത്താവളത്തിൽ ഉള്ളത്. ഒപ്പം തന്നെ ഈ വിമാനത്താവളത്തിന്റെ വികസനം അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗത്ത് ഈ ഒരു മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്, ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള അറവുശാലകൾ അടക്കം മാറ്റി സ്ഥാപിക്കണമെന്നുള്ള നിർദ്ദേശം വിമാനത്താവള അധികൃതരടക്കം നഗരസഭയും സർക്കാരിനെയും അറിയിച്ചതാണ്. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗത്തു നിന്നോ കാര്യമായിട്ടുള്ള ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മുൻ വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അദാനി ഏറ്റെടുത്തതിന് ശേഷം കൂടുതൽ വിമാന സർവീസുകൾ, അത് ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ വിമാനങ്ങൾ കൂടുതൽ പറന്നുയരുകയും കൂടുതൽ ലാൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വിമാനത്താവളമായി തിരുവനന്തപുരം മാറിയിട്ടുണ്ട്. കൂടുതൽ യാത്രക്കാർ ആശ്രയിക്കുന്ന ഒരു വിമാനത്താവളമായി തിരുവനന്തപുരം മാറുകയും ചെയ്യുന്നത്. ആ സമയത്താണ് ഇത്തരത്തിൽ ആശങ്ക ഉയർത്തിക്കൊണ്ട് ഈ പക്ഷികളും കിളികളും ഒക്കെ ഉയരുന്നത്, അല്ലെങ്കിൽ പക്ഷികളും കിളികളും ഒക്കെ ഈ വിമാനത്താവളത്തിന് സമീപത്ത് പറക്കുകയും അത് വിമാനത്തിൽ ഇടിക്കുമെന്നുള്ളൊരു ആശങ്ക ഉയരുകയും ചെയ്യുന്നത്. ദേവിക, അപകടത്തിൽപ്പെട്ട വാൻഹായ് 503 കപ്പലിലെ കണ്ടെയ്നറുകൾ തിങ്കളാഴ്ച മുതൽ കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ അടിയാൻ സാധ്യതയുണ്ട് എന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. എറണാകുളം ജില്ലയുടെ തെക്കു ഭാഗത്തും ആലപ്പുഴ, കൊല്ലം ജില്ലകളുടെ തീരങ്ങളിലായിരിക്കും ഇത് അടിയുക എന്നാണ് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. സംശയാസ്പദമായ വസ്തുക്കളിൽ സ്പർശിക്കരുതെന്നും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ശാലിനി തുടരുന്നുണ്ട്. ശാലിനി, ഇപ്പോൾ ജനങ്ങൾക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം നാളെ മുതലായിരിക്കും കൂടുതലായും ഈ കണ്ടെയ്നറുകളിൽ നിന്ന് അല്ലെങ്കിൽ ഈ കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറുകളുടെ അവശിഷ്ടങ്ങൾ ഇനി തീരപ്രദേശങ്ങളിലേക്ക് അടിയുക. ഇത് അപകടകരമായ ചില വസ്തുക്കൾ അതിനുള്ളിലുള്ളത് കൊണ്ട് തന്നെ ജനങ്ങളോട് ഇത്തരം വസ്തുക്കൾ കണ്ടാൽ അത് എടുക്കരുത് അല്ലെങ്കിൽ സ്പർശിക്കരുത് എന്ന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്, അല്ലേ?
തീർച്ചയായും ദേവിക, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരദേശ മേഖലയ്ക്കാണ് ഇത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുള്ളത്. കോസ്റ്റ് ഗാർഡിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതായത് നാളെ മുതൽ ബുധനാഴ്ച വരെയുള്ള സമയങ്ങളിൽ ഏത് സമയവും അല്ലെങ്കിൽ ബുധനാഴ്ചയ്ക്ക് ശേഷവും ഏത് സമയവും ഇത്തരത്തിൽ കേരള തീരത്ത് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ അടിഞ്ഞേക്കാം എന്നുള്ളതാണ്. കൊച്ചിയിൽ ഉണ്ടായ അപകടത്തിന് തൊട്ടു പിന്നാലെ കണ്ടെയ്നറുകൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മിക്ക ജില്ലകളുടെയും തീരദേശ മേഖലയിൽ അടിയുകയുണ്ടായി. കണ്ടെയ്നറുകൾ അടിയുന്നതിനപ്പുറം അതിനകത്തു നിന്നുണ്ടായിരുന്ന വസ്തുക്കൾ, പ്ലാസ്റ്റിക് ഗ്രാനുലുകൾ അടക്കമുള്ള പദാർത്ഥങ്ങൾ കേരള തമിഴ്നാട് തീരങ്ങളിലൊക്കെ അടിയുന്നൊരു സാഹചര്യം. സമാനമായ സാഹചര്യമാണ് വാൻഹായി എന്ന് പറയുന്ന ആ ഒരു കപ്പലിൽ നിന്നും വീണിട്ടുള്ള കണ്ടെയ്നറുകൾ കേരള തീരത്തേക്ക് അടിയാനുള്ള സാഹചര്യമുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരം വെട്ടുകാട് പള്ളിക്ക് സമീപമുള്ള തീരദേശ മേഖലയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെയും ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ അടിഞ്ഞ സമയത്ത് ഇവിടെയും ഈ പ്ലാസ്റ്റിക് ഗ്രാനുലുകളും മറ്റും അടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഈ ഒരു കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകളും അതിൽ നിന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളും ഒക്കെ ഇവിടേക്കും വീഴാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രവചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പൊതുജനങ്ങൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമൊക്കെ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ അറിയാത്ത സാഹചര്യങ്ങൾ, അറിയാത്ത സാധനങ്ങൾ, ഒപ്പം തന്നെ വസ്തുക്കളൊക്കെ തീരത്തടിയുകയാണെങ്കിൽ അതിലൊന്നും സ്പർശിക്കരുത്, തുടരുത്, അതൊന്നും ഉപയോഗിക്കരുത്, എടുക്കരുത് എന്നുള്ള കർശന ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കോസ്റ്റ് ഗാർഡിന്റെ നിർദ്ദേശാനുസരണം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അത്തരത്തിലുള്ള ഏതെങ്കിലും വസ്തുക്കൾ കാണുകയാണെങ്കിൽ 112 എന്ന കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് പറയണമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്നുണ്ട്. ട്രോളിംഗ് നിരോധനമൊക്കെയാണ്. കടലിൽ മത്സ്യബന്ധന തൊഴിലാളികളൊന്നും തന്നെയില്ല, മത്സ്യബന്ധന യാനങ്ങളൊന്നുമില്ല. അത്തരത്തിൽ ആ ഒരു സമയമാണ്. അതുകൊണ്ട് കൂടുതൽ ഒരു പക്ഷേ ഈ തീരത്തേക്ക് ഇത്തരത്തിലുള്ള കണ്ടെയ്നറുകളിൽ നിന്നുള്ള പദാർത്ഥങ്ങൾ എത്താനുള്ള സാഹചര്യം. നിലവിൽ ആലപ്പുഴ ഒപ്പം തന്നെ കൊച്ചി തീരങ്ങളിലാണ് കൂടുതലുമായി കണ്ടെയ്നറുകൾ അടിയാൻ സാധ്യതയുമുള്ളത് എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. പക്ഷേ മുൻപും സമാനമായ രീതിയിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും രാമേശ്വരം വരെയുള്ള മേഖലകളിൽ കേരള തീരത്തും ഒപ്പം തന്നെ തമിഴ്നാട് തീരങ്ങളിലും ഇത്തരത്തിൽ ഈ വസ്തുക്കൾ അടിയുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിൽ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് കേരള തീരത്ത് മുഴുവനും ആ ഒരു മുന്നറിയിപ്പ് നിലവിൽ നൽകുന്നത്. കടലിൽ ഇറങ്ങരുത്, ഒപ്പം തന്നെ ശക്തമായ മഴയും കടൽക്ഷോഭവും ഒക്കെ രൂക്ഷമായ സാഹചര്യത്തിൽ ആ മുന്നറിയിപ്പ് നിൽക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഈ കപ്പൽ അപകടത്തെ തുടർന്നുണ്ടായിട്ടുള്ള അപകടം. അതിനുശേഷം ആ കപ്പലിൽ നിന്ന് വീണിട്ടുള്ള പദാർത്ഥങ്ങൾ, പ്രത്യേകിച്ച് അതിൽ ഈ രണ്ടാമത്തെ അപകടത്തിൽ കൂടുതലുമായി ഉണ്ടായിരുന്ന രാസപദാർത്ഥങ്ങളാണ്. കീടനാശിനികൾ അടക്കമുള്ള വലിയ രീതിയിൽ മനുഷ്യനും ഒപ്പം തന്നെ ജാലങ്ങൾക്കുമൊക്കെ വലിയ രീതിയിൽ ജീവൻ അപായം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പദാർത്ഥങ്ങളാണ്. അപ്പോൾ ആ വസ്തുക്കൾ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ തീരത്തടിയുകയാണെങ്കിൽ അത് കൈകൊണ്ട് പോലും തുടരുത്, 200 മീറ്റർ അകലം പാലിക്കണം എന്നുള്ളൊരു പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടതാണ് കൊച്ചിയിൽ അപകടത്തെ തുടർന്ന് ഇത്തരത്തിൽ ഒരു കണ്ടെയ്നറുകൾ പല ജില്ലയുടെ പല തീരദേശ മേഖലകളിലും അടിഞ്ഞപ്പോൾ തീരദേശവാസികളും മറ്റ് ആളുകളും ഒക്കെ കാണാനെത്തുക, ഇതിൽ തൊടാനും അത് തടിയൊക്കെ നമ്മൾ കണ്ടതാണ്, എടുത്ത് പോകുന്ന സാഹചര്യം. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ഈ ഘട്ടത്തിൽ നൽകിയിട്ടുള്ളത്. കാരണം ഈ രണ്ടാമത് അപകടത്തിൽപ്പെട്ടിട്ടുള്ള വാൻഹായി എന്ന് പറയുന്ന കപ്പൽ കൂടുതലും ഉണ്ടായിരുന്ന രാസകീടനാശിനികളാണ്. അത് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ജാഗ്രതാ നിർദ്ദേശങ്ങൾ, മുൻകരുതലുകളൊക്കെ ജനങ്ങൾ സ്വീകരിക്കണം എന്നുള്ള ഒരു അറിയിപ്പാണ് ഈ ഘട്ടത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നത്. എന്തായാലും നാളെ മുതൽ 16-ാം തീയതി മുതൽ വരും ദിവസങ്ങളിൽ ഏത് നിമിഷവും കേരള തീരത്തിൻ്റെ പ്രത്യേകിച്ച് കൊച്ചി, എറണാകുളം മേഖലകളിലും തീരദേശ മേഖലകളിലും ആലപ്പുഴ അടക്കമുള്ള മേഖലകളിലും തിരുവനന്തപുരത്ത് വരെ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള കണ്ടെയ്നറുകൾ എത്താനുള്ള സാഹചര്യവും സാധ്യതയുമാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രവചിക്കുന്നത്. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള മുൻകരുതലും ജാഗ്രതാ നിർദ്ദേശവുമാണ് ഇപ്പോൾ നൽകുന്നത്. ദേവിക, ശരി. ഇനി സന്നിധാനത്തേക്കാണ് പോകുന്നത്. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്നലെ തുറന്നു. ഇന്ന് പുലർച്ചെ 5 മുതൽ നിർമ്മാല്യ ദർശനവും അഭിഷേകവും ആരംഭിച്ചു. പൂജകൾക്ക് ശേഷം 1 മണിക്ക് നടയടയ്ക്കും. വൈകിട്ട് 4 മണിക്ക് തുറക്കുന്ന നട ദീപാരാധനയ്ക്ക് ശേഷം പടിപൂജ, പുഷ്പാഭിഷേകം, അത്താഴപൂജ എന്നിവ പൂർത്തിയാക്കി ഹരിവരാസനം പാടിയടയ്ക്കും. ഇടവിട്ട് ശക്തമായ മഴ പെയ്യുമ്പോഴും നിരവധി ഭക്തരാണ് ശരണമന്ത്ര ധ്വനികളുമായി സന്നിധാനത്തേക്ക് എത്തുന്നത്. 19-ാം തീയതി രാത്രിയോടെ മിഥുനമാസ പൂജകൾ പൂർത്തിയാക്കി നടയടയ്ക്കും. മനോജ് ചേരുന്നുണ്ട് സന്നിധാനത്ത് നിന്ന്. മനോജ്, ഇപ്പോൾ മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നിരിക്കുകയാണ്. അവിടെ തിരക്ക് എത്രത്തോളം ഉണ്ട്? കാരണം ശക്തമായ മഴയുമുണ്ടല്ലോ. സ്വാമി ശരണം രേഖ. ഇന്ന് സന്നിധാനത്ത് ശക്തമായിട്ടുള്ള മഴ രാവിലെ തന്നെ ആരംഭിച്ചിരുന്നു. അതുപോലെ തന്നെ കാറ്റുമുണ്ട്. എന്തായാലും ഈ ഒരു അന്തരീക്ഷത്തിലൊക്കെ സന്നിധാനം ഭക്തിസാന്ദ്ര മുഖരിതമാണ്. ഇവിടെ ശരണമന്ത്ര ധ്വനികൾ ഉയർത്തിക്കൊണ്ട് നിരവധി അയ്യപ്പ ഭക്തരാണ് ദർശനത്തിനായി പുലർച്ചെ മുതൽ എത്തുന്നത്. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് നട തുറന്നത്. അതിനുശേഷം പൂജകൾ, അതായത്
അഭിഷേകവും അതോടൊപ്പം തന്നെ ഗണപതി ഹോമവും ഇപ്പോൾ ഉഷപൂജയും നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടുകൂടി തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി നട തുറന്നു. അതിനുശേഷം ഹരിവരാസനം പാടി നടയടച്ചു. ഇന്ന് പുലർച്ചെ നട തുറന്നതിന് ശേഷമുള്ള പൂജകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഓരോ ദിവസവും നിരവധി ഭക്തരാണ് ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മഴയാണ്. മഴ ആയതുകൊണ്ട് തന്നെ ഭക്തരൊക്കെ തന്നെ ഈ ഫ്ലൈ ഓവറിനുള്ളിലൊക്കെ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. ദർശനം, അതായത് ഈ പോലീസിൻ്റെ നിയന്ത്രണത്തിനനുസരിച്ച് ദർശനത്തിനായി കാത്തു നിൽക്കുന്ന നിരവധി അയ്യപ്പ ഭക്തരുണ്ട്. എന്തായാലും മഴ അങ്ങനെ തന്നെ തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഭക്തർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകുന്നുണ്ട്. കാരണം പമ്പയാറ്റിലൊക്കെ സ്നാനം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തണമെന്നും പമ്പയാറിൻ്റെ ഈ ഒഴുക്ക് വർദ്ധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പമ്പയാറിൽ വെള്ളം നിറയുന്നതനുസരിച്ചുള്ള നിയന്ത്രണം ഏർപ്പെടുത്താനും നിർദ്ദേശമുണ്ട്. എന്തായാലും ഭക്തിസാന്ദ്രമായി അങ്ങനെ സന്നിധാനം ഈ മിഥുനമാസ പൂജകൾക്ക് തുടക്കമിട്ടിരിക്കുന്നു. ഇന്ന് രാവിലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നട തുറന്ന ശേഷമുള്ള പൂജകളാണ് ഉഷപൂജ. ഇനി ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് പൂജകൾ പൂർത്തിയാക്കി നടയടയ്ക്കുക. അതിനുശേഷം വൈകിട്ട് 4 മണിക്ക് വീണ്ടും തുറക്കും. അതിനുശേഷമാണ് രാത്രിയോടുകൂടി പടിപൂജയൊക്കെ ഉണ്ടാകും. 6:30-ക്ക് ദീപാരാധനയുണ്ടാകും. അതിനൊക്കെ ശേഷം രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കും. ഓരോ ദിവസവും ഇങ്ങനെ തന്നെയാണ്. 19-ാം തീയതി രാത്രിയോടെയാണ് നടയടച്ച്, അതായത് മിഥുനമാസ പൂജകൾ പൂർത്തിയാക്കി നടയടയ്ക്കുക. ഇനി അടുത്ത മാസമാണ് വീണ്ടും തുറക്കുക. എന്തായാലും ഈ ഒരു ദിവസങ്ങളിലൊക്കെ അയ്യനെ ദർശിക്കാനായി, ആ ഒരു മോക്ഷം നേടുവാനായി നിരവധി അയ്യപ്പ ഭക്തർ ഇരുമുടിക്കെട്ടുമായി 18-ാം പടി ചവിട്ടി ഇവിടേക്ക് കയറി വരുന്നത്, അതായത് ഈ ഒരു സന്നിധാനത്തിലേക്ക് കയറി വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മഴയൊക്കെ ഉണ്ടെന്നാലും കൊച്ചു മണികണ്ഠന്മാരും അതോടൊപ്പം തന്നെ മാളികപ്പുറങ്ങളും അടക്കം ഈ ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതൊക്കെ തന്നെ പോലീസും സജീവമായി ഇവിടേക്ക് എത്തുന്നവരെ ഈ 18-ാം പടി കയറ്റി വിടുന്നുണ്ട്. ഇപ്പോൾ മുന്നിലൂടെയും അതോടൊപ്പം തന്നെ ഈ ചുറ്റി വന്നും ദർശിക്കാമെന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഈ മുകളിലൂടെ മാത്രമായിരുന്നു ദർശനം. പിന്നീട് അതിൽ മാറ്റം വരുത്തിയതാണ്. എത്തുന്ന ഭക്തർക്ക് മുന്നിലൂടെയും കയറി അയ്യപ്പനെ ദർശിക്കാമെന്നുള്ളതാണ്. എന്തായാലും ശരണമന്ത്ര ധ്വനികൾ തന്നെയാണ് എവിടെയും മുഴങ്ങുന്നത്. ഈ ഭക്തിസാന്ദ്രമായിട്ടുള്ള സന്നിധാനം, അതിൽ മഴയുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട്, അതായത് പ്രകൃതിയുടെ ഏത് തരത്തിലുള്ള ഒരു കാലാവസ്ഥയും ഈ ശബരിമല ദർശനത്തിന് തടസ്സമല്ല എന്നുള്ളതാണ്. കാരണം മഴയായാലും വെയിലായാലും കാറ്റായാലും അയ്യപ്പ ഭക്തർ അയ്യപ്പനെ ദർശിക്കുവാനായി ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ഓരോ മാസവും അങ്ങനെ തന്നെയാണ്. ഓരോ മാസവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിൽ വലിയ വർധനവ്, അതായത് മണ്ഡലകാല അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ വർഷം തോറും നിരവധി ഭക്തരാണ് ശബരിമലയിലേക്ക് എത്തുന്നത്. അതായത് ഈ ശബരിമലയുടെ കീർത്തി ലോകമെമ്പാടും വ്യാപിച്ചു. ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർ ശബരിമലയിലേക്ക് എത്തുന്നു. നിരവധി ആളുകൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതലായി അറിയുന്നു. ഇങ്ങോട്ടേക്ക് വരണമെന്ന്, വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി പേർ ഇങ്ങോട്ടേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ നിരവധി ഭക്തരാണ് എത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഈ മാസപൂജയ്ക്കും, അതായത് സാധാരണയായി മാസപൂജയ്ക്ക് കാണാറുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരൊക്കെയാണ്. എന്നാൽ മലയാളികളും കൂടുതലായി മാസപൂജകൾക്ക് ദർശനത്തിനായി വരാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ്. കഴിഞ്ഞ മാസമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. നിരവധി ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ വലിയ പരാതി മുൻപൊക്കെ ഉയർന്നിരുന്നു. എന്തായാലും ഇപ്പോഴും ഈയൊരു ശബരിമല ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് കഴിഞ്ഞ മിഥുനത്തിൽ തന്നെയാണ് നമ്മൾ ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ വർഷം അവർക്ക് ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിരുന്നു. എന്നാൽ ഇത്തവണ അത്തരത്തിലൊരു പരാതിയും ഭക്തരുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. എന്തായാലും മഴ അങ്ങനെ തന്നെ തുടരുകയാണ്. കുഞ്ഞു മണികണ്ഠന്മാരൊക്കെ അങ്ങനെ കാത്തു നിൽക്കുകയാണ് ദർശനത്തിന് വേണ്ടി. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വന്നവരാണ്. അതോടൊപ്പം തന്നെ ഇന്ന് സാധാരണയായി ഓരോ ദിവസവും ഈ രാവിലെ തന്നെ ചോറ് കൊടുക്കുന്ന ചടങ്ങൊക്കെ ഉണ്ടാവാറുണ്ട്. അതായത് അയ്യൻ്റെ തിരുസന്നിധിയിൽ ആദ്യ അന്നമുണ്ണാൻ വേണ്ടി നിരവധി കുഞ്ഞുങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തും. എന്തായാലും മഴയാണ്, അതിൻ്റെ സാഹചര്യം കണക്കിലെടുത്ത് തന്നെയാണ് മറ്റ് ചടങ്ങുകളൊക്കെ തന്നെ അതിൻ്റെ രീതിയിൽ നടക്കുന്നത്. എന്തായാലും പുറത്ത് നിൽക്കുവാൻ ഭക്തർക്ക്, അതായത് ഇരുമുടിക്കെട്ടുമായി മഴ നനഞ്ഞുകൊണ്ട് നിൽക്കുവാനല്ലാതെ ഉള്ളിലാണ്, അതായത് ഈ ഫ്ലൈ ഓവറിനുള്ളിലാണ് ഇപ്പോൾ ഭക്തർ നിൽക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും സോപാനത്തിനടുത്തേക്കെത്തി ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നവരാണ് നമ്മൾ കാണുന്നത്. എല്ലാവരും റെയിൻകോട്ടൊക്കെ ഇട്ട് അങ്ങനെ ആ മഴയൊക്കെ അതിജീവിച്ച് മല ചവിട്ടി എത്തിയതാണ്. അവരിനി അല്പസമയം കൂടി കഴിഞ്ഞാൽ ദർശനത്തിനായി മുന്നോട്ട് നീങ്ങും.
രാവിലെ മുതൽ തന്നെ പൂജകൾ പുരോഗമിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ തന്നെ നട തുറന്നപ്പോൾ തന്നെ വലിയ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം, ശരണമന്ത്രങ്ങൾ അങ്ങനെ ഉയർന്നു കേട്ടിരുന്നു. അയ്യൻ്റെ തിരുമുമ്പിൽ അയ്യനെ ദർശിക്കുവാൻ വേണ്ടി നിരവധി ഭക്തർ കഴിഞ്ഞ ദിവസം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു എന്നതാണ്. അതായത് നട തുറക്കുന്ന സമയം തന്നെ ഇവിടെ സന്നിധാനമാകെ ഭക്തരെ കൊണ്ട് നിറഞ്ഞിരുന്നു. എന്തായാലും ഇന്ന് ഈ രാവിലെ തന്നെ നിർമാല്യ ദർശനവും അതോടൊപ്പം അഭിഷേകവും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. നെയ്യഭിഷേകം അതോടൊപ്പം തന്നെ തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം ഇന്ന് രാവിലെ തന്നെ ഈ കിഴക്കേ മണ്ഡപത്തിൽ നടന്നിരുന്നു. ഉഷപൂജയും ഉദയാസ്തമന പൂജയും കളഭാഭിഷേകവും ഉച്ചപൂജയും ഒക്കെ നടന്നതിന് ശേഷമാണ് ഇനി ഉച്ചയ്ക്ക് നട അടയ്ക്കുക. അതിനുശേഷം വൈകിട്ടാണ് ഈ ദീപാരാധനയ്ക്ക് ശേഷമുള്ള പടിപൂജയും പിന്നീട് പുഷ്പാഭിഷേകവും അത്താഴ പൂജയും ഒക്കെ നടക്കുക. എന്തായാലും മിഥുനമാസ പൂജകൾക്കായി സന്നിധാനം അങ്ങനെ ഭക്തിസാന്ദ്രമായി തന്നെ തുടരുകയാണ്. എല്ലാവരും അയ്യപ്പനെ ഒരേ മന്ത്രത്തോടുകൂടി ഒരേ വിചാരത്തോടുകൂടി, അതായത് അയ്യപ്പനെ ദർശിക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തോടുകൂടി എത്തുന്ന ഓരോ ഭക്തജനങ്ങളും അവരൊക്കെ തന്നെ മനസ്സിൽ അങ്ങനെ മണികണ്ഠനെ കുടിയിരുത്തി ഇവിടേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. വ്രതം നോറ്റ് മാലയിട്ട് ഇരുമുടിക്കെട്ടുമായി ആ മല ചവിട്ടി എത്തുന്ന ഭക്തരാണ്. അവരൊക്കെ തന്നെ മഴയൊന്നും ഒരു തടസ്സമല്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ മനസ്സിൽ. അയ്യപ്പൻ എന്നുള്ള ലക്ഷ്യം അവരങ്ങനെ മല ചവിട്ടി എത്തുന്നു. അതിൽ കുഞ്ഞു മണികണ്ഠന്മാരും മാളികപ്പുറങ്ങളും മുതിർന്നവരുമൊക്കെ അങ്ങനെ ഓരോ മാസവും, അതായത് എല്ലാ മാസവും അയ്യപ്പനെ ദർശിക്കാനെത്തുന്ന നിരവധി പേരുണ്ട്, മലയാളികളടക്കം. അങ്ങനെ ഓരോ മാസവും അയ്യപ്പനെ ദർശിക്കുവാനെത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ മണ്ഡലകാലത്ത് വരാൻ സാധിക്കാത്തവർ പിന്നീടുള്ള മാസങ്ങൾ ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും ആ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ മഴ പെയ്യുന്നുണ്ട്, കുട പിടിച്ചുകൊണ്ട് ആ ഫ്ലൈ ഓവറിലൂടെ എത്തി നടന്നു നീങ്ങുന്ന ഭക്തരെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും ഓരോ ദിവസവും അങ്ങനെ തന്നെയാണ്. മഴ പെയ്താലും ഇവിടെ സന്നിധാനം ഇത് തന്നെയായിരിക്കും. അങ്ങനെ ശരണമന്ത്രധ്വനികൾ ഉയർത്തി ഭക്തർ അയ്യപ്പനെ ദർശിക്കാനായി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. അത് ഓരോ സ്ഥലങ്ങളിൽ നിന്നും, അതായത് എല്ലാവരും അയ്യപ്പന്മാരെന്നാണ്, സ്വാമിയെ എന്നാണ് വിളിക്കുക. അതായത് അടുത്ത് നിൽക്കുന്ന ആൾ ഏത് സംസ്ഥാനത്തുള്ളതായാലും ഏത് രാജ്യത്തുള്ളതായാലും അവരൊക്കെ തന്നെ സന്നിധാനത്തേക്ക് എത്തുമ്പോൾ എല്ലാവരും അയ്യപ്പന്മാരാണ്. ആ ഒരൊറ്റ ഐക്യത്തോടുകൂടി എല്ലാവരും അയ്യപ്പനെ ദർശിക്കുവാൻ വേണ്ടി മുന്നോട്ട് നീങ്ങുകയാണ്. ഇനി ഇത് കഴിഞ്ഞ ശേഷമാണ്, അയ്യപ്പനെ ദർശിച്ച ശേഷം മറ്റ് ഉപദേവത പ്രതിഷ്ഠകളുള്ള സ്ഥലത്തേക്ക് പോകും. അവിടെ നിന്നും മാളികപ്പുറത്തേക്ക് പോകും. അങ്ങനെ ഇരുമുടിക്കെട്ടുമേന്തി വരുന്ന ഭക്തർ 18-ാം പടി ചവിട്ടി മുകളിലേക്ക് എത്തുമ്പോൾ അവർ ആദ്യം ദർശിക്കുന്നത് അയ്യപ്പനെയാണ്. ആ മണികണ്ഠനെ ദർശിച്ച ശേഷം ഓരോ ശരി. എന്തായാലും ശബരിമലയിൽ മഴയാണെങ്കിൽ പോലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഭക്തജനങ്ങൾ അവിടേക്ക് ഒഴുകിയെത്തുകയാണ്. വലിയൊരു തിരക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മിഥുനമാസ പൂജകൾക്ക് വേണ്ടിയാണ് നട തുറന്നത്. സംസ്ഥാനത്തും അതിതീവ്ര മഴ തുടരുകയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് മുന്നറിയിപ്പാണ്. അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ജില്ലകളിൽ പ്രവചിച്ചിട്ടുള്ളത്. കുറഞ്ഞ സമയം കൊണ്ട് ശക്തമായ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് എസ് ശാലിനി, കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ, ഒപ്പം കോഴിക്കോട് നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ എന്നിവർ ചേരുകയാണ്. ആദ്യം തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ശാലിനി, നമുക്കറിയാം തലസ്ഥാന നഗരിയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളായി ശക്തമായ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. തലസ്ഥാനത്തെ അവസ്ഥ എന്താണ്? കാരണം വെള്ളക്കെട്ടടക്കം രൂക്ഷമാകുന്നൊരു സാഹചര്യം നിലവിലുണ്ടോ? ദേവിക, അതിശക്തമായ മഴയാണ് തലസ്ഥാന ജില്ലയിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറം മുതലുള്ള ജില്ലകൾക്കാണ് റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് എങ്കിൽ പോലും നിലവിൽ ഓറഞ്ച് അലർട്ട് ജാഗ്രതാ നിർദ്ദേശമുള്ള തിരുവനന്തപുരം ജില്ലയിൽ അതിശക്തമായ മഴയാണ് ഇന്നലെ രാത്രി മുതൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. നഗരമേഖലകളിലും ഗ്രാമീണ മേഖലയിലും ഒക്കെ ശക്തമായ മഴ തുടരുകയാണ്. തീരദേശ മേഖലകളിലാണ് ഇപ്പോൾ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ വെള്ളക്കെട്ടൊക്കെ തലസ്ഥാന ജില്ലയിൽ പതിവാണ് എങ്കിൽ പോലും ഈ ജൂൺ ജൂലൈ മാസങ്ങളിലെ മഴ അത് കടൽക്ഷോഭങ്ങൾക്കാണ് വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നതും. കടൽക്ഷോഭങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിലടക്കം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം വെട്ടുകാട് മേഖലയിലാണ്. വെട്ടുകാടൊക്കെ കടൽ കയറി കിടക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ശക്തമായ കാറ്റ്, ശക്തമായ തിരയൊക്കെ ഉണ്ട്. നിരവധി വീടുകളിൽ വെള്ളം കയറിയ സാഹചര്യം തീരദേശ മേഖലയിൽ നമുക്ക് കാണാൻ സാധിക്കും. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികൾ അടക്കം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. വെട്ടുകാട് തീരദേശ മേഖല നമുക്കറിയാം നിരനിരയായി നിരവധി വീടുകൾ ഉള്ളതാണ്. ആ വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്.
ചിലരൊക്കെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. കടൽ പ്രക്ഷുബ്ധമായി ശക്തമായ തിരമാല അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉയർന്ന തിരമാലകൾ അടിക്കുന്നതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള തിരമാലകൾ കടലിൽ നിന്ന് കരയിലേക്ക് കയറുകയാണ്. ഇപ്പോൾ കടൽ ഇറക്കമാണ്. ആ കടൽ ഇറക്ക സമയത്ത് പോലും ഇത്രയധികം ശക്തമായ തിരമാലയാണ് വെട്ടുകാടക്കമുള്ള തെക്കൻ മേഖലകളിൽ ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ ഇനി കടൽ കയറ്റമാകും. ആ സമയത്ത് ഇതിലും വലിയ തിരമാലകൾ കേരള തീരത്ത് ഉണ്ടാകുന്നുണ്ട്. വിഴിഞ്ഞം, വെട്ടുകാട്, ശംഖുമുഖം അടക്കമുള്ള മേഖലകളിൽ ഉണ്ടാകുന്നുണ്ട്. ഈ ശക്തമായ തിരമാലകളാണ് ഈ കടൽ ക്ഷോഭത്തിനോടൊപ്പം തന്നെ വീടുകളിൽ കയറിയുള്ള വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾക്ക് ഇടയുണ്ടാക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ നഗരമേഖലകളിലും മഴ ശക്തമാണ്. വ്യാപകമായ നാശനഷ്ടങ്ങൾ മഴയിൽ ഉണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെ മലയോര മേഖലകളിലും അതിശക്തമായ മഴ തുടരുകയാണ്. പൊന്മുടി അടക്കമുള്ള ഇക്കോ ടൂറിസം സെന്ററുകളിലേക്ക് പോകുന്നതിന് വലിയ ജാഗ്രതാ നിർദ്ദേശം ഈ ഘട്ടത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ഭരണകൂടങ്ങൾ സ്വീകരിച്ചു വരികയാണ്. വിവിധ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ജലനിരപ്പ് ഉയരുന്നതിന്റെ അടിസ്ഥാനത്തിൽ നീരൊഴുക്ക് നടത്തുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലകളുടെ സമീപത്തുള്ള നദികളുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മുന്നറിയിപ്പിൽ അറിയിക്കുന്നത്. ഒപ്പം തന്നെ വരുന്ന 3 മണിക്കൂറിൽ അതീവ ജാഗ്രത വേണം എന്ന് പറയുന്നത് ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കണ്ണൂർ ജില്ലകളിലാണ്. ആ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടിന് സമാനമാണ് എങ്കിൽ പോലും സാഹചര്യം ശക്തമായ മഴ ലഭ്യമാകാൻ, അതായത് അതിതീവ്ര മഴയ്ക്ക് സാഹചര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇനിയിപ്പോൾ അലേർട്ടുകൾ മാറാനിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ 5 ജില്ലകൾക്കാണ് റെഡ് അലേർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് എങ്കിൽ പോലും 10 മണിയോടുകൂടി വരാനിരിക്കുന്ന അലേർട്ടുകളിൽ കാര്യമായ ജില്ലകൾക്ക് റെഡ് അലേർട്ട് നൽകാനുള്ള സാധ്യതകൾ കൂടി നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് അടക്കം ഓറഞ്ച് അലേർട്ട് ആണ് എങ്കിൽ പോലും റെഡ് അലേർട്ടിന് സമാനമായ രീതിയിലുള്ള മഴ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. കടൽ പ്രക്ഷുബ്ധമായതിനോടൊപ്പം തന്നെ അതിശക്തമായ കാറ്റാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശുന്നുണ്ട്. തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർ, സുരക്ഷിതമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവർ, മലയോര മേഖലകളിൽ താമസിക്കുന്നവരൊക്കെ ജാഗ്രത പാലിക്കണം, സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണം എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. മരങ്ങൾ കടപുഴകി വീണും മരങ്ങൾ ഒടിഞ്ഞു വീണും ഒക്കെയുള്ള അപകടങ്ങൾ തലസ്ഥാന ജില്ലയിൽ കഴിഞ്ഞ മഴയത്തും ഈ മഴയിലും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ അപകട ഭീഷണി ഉണ്ടാക്കുന്ന മരങ്ങളൊക്കെ മുറിച്ചു മാറ്റുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കുക, സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുക എന്നുള്ള മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുകയാണ്. എന്തായാലും അതിശക്തമായ മഴ തുടരുകയാണ്. 10 മണിയോട് കൂടിയുള്ള അലേർട്ടിൽ കൂടുതൽ ജില്ലകൾക്ക് റെഡ് അലേർട്ട് വരാനുള്ള സാഹചര്യങ്ങൾ കൂടി കണക്കാക്കുന്നുണ്ട്. എന്തായാലും ചക്രവാത ചുഴി രൂപം കൊണ്ടതടക്കം ശക്തമായ മഴയ്ക്ക് കാരണമാകുന്നുണ്ട്. ഒപ്പം തന്നെ കാലവർഷം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ശക്തി പ്രാപിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മഴ വരുന്ന 5 ദിവസങ്ങൾ കൂടി ഈ അതിതീവ്ര മഴ സംസ്ഥാനത്ത് തുടരുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ദേവിക, സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകൾക്കും ഓറഞ്ച് മുന്നറിയിപ്പാണ്. തിരുവനന്തപുരത്തെ അവസ്ഥ നമ്മൾ വിശദമായി പരിശോധിച്ചിരുന്നു. ഇനി കൊച്ചിയിലേക്ക് എത്തുമ്പോൾ ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, കൊച്ചിയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയൊരു മഴ പെയ്താൽ തന്നെ വെള്ളം കയറുന്നൊരു സാഹചര്യം ഉണ്ട്. അത് തന്നെയാണ് അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യവും. നിലവിൽ കഴിഞ്ഞ 2 ദിവസമായി അവിടെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള വെള്ളം കയറുകയും അല്ലെങ്കിൽ വെള്ളക്കെട്ടും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം അവിടെയുണ്ടോ? സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ചെറിയ മഴയത്തും വേഗത്തിൽ വെള്ളം പൊങ്ങുന്നു, റോഡുകളിലേക്ക് വെള്ളം കയറുന്നു, ഗതാഗതക്കുരുക്ക്, മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നു എന്ന് തന്നെയാണ്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ തവണയും ജില്ലാ ഭരണകൂടം നടപ്പിലാക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമാകാറില്ല. ഇത്തവണയും ഇതിനു മുമ്പ് തന്നെ, മഴയ്ക്ക് മുമ്പ് തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തികളടക്കം ആരംഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു ആശ്വാസമുണ്ട് എന്ന് പറയുന്ന ഘട്ടത്തിൽ പോലും പല ഭാഗങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. ചില ഭാഗങ്ങളിലെല്ലാം വെള്ളം ഉയർന്നു. അവിടെ നിന്നെല്ലാം വെള്ളം ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലും നിരന്തരമായി തുടർച്ചയായി വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളാണ്. വെള്ളക്കെട്ടിൻ്റെ ദുരിതം അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഓറഞ്ച് അലർട്ടാണ് എറണാകുളം ജില്ല. എറണാകുളം ജില്ലയിൽ മാത്രമല്ല സമീപ ജില്ലകളിലും തൃശ്ശൂർ അടക്കമുള്ള കോട്ടയത്തും ഇടുക്കിയിലും എല്ലാം തന്നെ ഓറഞ്ച് അലർട്ടാണ്. ആലപ്പുഴയിൽ മാത്രമാണ് യെല്ലോ അലർട്ട് ഉള്ളത്. മറ്റ് സമീപ ജില്ലകളിലെല്ലാം തന്നെ ഓറഞ്ച് അലർട്ടാണ്. കനത്ത മഴയാണ് ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ ഇവിടെ പെയ്യുന്നത്. പ്രത്യേകിച്ച് തീരദേശ മേഖല, അവിടെ വലിയ ഒരു
മഴ കനക്കുന്ന സമയത്ത് കടൽക്ഷോഭം അടക്കമുണ്ടാകുന്ന പ്രദേശങ്ങളാണ്. അവിടെ ആളുകൾ കടൽഭിത്തി ഇല്ലാത്ത നിരവധി മേഖലകളുണ്ട്. കടൽഭിത്തി നിർമ്മാണം പൂർത്തിയായി വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ കടൽഭിത്തി ഇപ്പോഴും ഇല്ലാത്ത, കടൽഭിത്തി തകർന്ന ഭാഗങ്ങളുണ്ട്. ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ മത്സ്യത്തൊഴിലാളികളുടെ വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ്. മഴ ഇതുപോലെ ഈ രീതിയിൽ കനത്ത് തുടരുകയാണെങ്കിൽ പല ഭാഗങ്ങളും കനത്ത വെള്ളക്കെട്ടിലാകാനുള്ള ഒരു സാധ്യതയാണ്. നഗരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. രാവിലെ എല്ലാം തന്നെ വലിയ തോതിൽ വെള്ളം റോട്ടിലേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ വെള്ളം പല ഭാഗങ്ങളിൽ നിന്ന് ഇറങ്ങി. ഇവിടെ അല്പസമയമായി മഴ മാറി നിൽക്കുന്നുണ്ട്. അർദ്ധരാത്രിയിലും പുലർച്ചെയും എല്ലാമായിരുന്നു വലിയ മഴ പെയ്തത്. വലിയൊരു ജാഗ്രതാ നിർദ്ദേശം എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലുമായി നൽകിയിട്ടുണ്ട്. എറണാകുളം മുനമ്പം മുതൽ മറുവക്കാട് വരെയുള്ള പ്രദേശങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങളിൽ ഉൾപ്പെട്ട ഭാഗമാണ്. അതുപോലെ തന്നെ എറണാകുളം മുനമ്പം FH മുതൽ മറുവക്കാട് മുതൽ വരെയുള്ള ഭാഗം ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം, അതീവ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ള ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്ന പ്രദേശമാണ്. ഒപ്പം തന്നെയാണ് സമീപ ജില്ലകളിലും തൃശ്ശൂർ ജില്ലയിലെ ആറ്റുപുറം മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള ഭാഗങ്ങളിലെല്ലാം ജാഗ്രതാ നിർദ്ദേശം. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ, കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾ അവർ ജാഗ്രത പുലർത്തണം. മാത്രമല്ല ഇത്തരത്തിൽ യാത്രകൾ, വിനോദസഞ്ചാര യാത്രകൾ അടക്കം കനത്ത മഴ പെയ്യുന്ന പ്രദേശങ്ങൾ, മണ്ണിടിച്ചിലുണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്ന ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടവും മറ്റ് സംവിധാനങ്ങളും എല്ലാം തന്നെ മുന്നറിയിപ്പ് ആളുകൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കനത്ത മഴ തുടരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ ഇനിയുള്ള ദിവസങ്ങളിലും മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്. ഒരുപക്ഷെ ഈ രീതിയിൽ മഴ തുടരുകയാണ് എങ്കിൽ ഓറഞ്ച് അലർട്ട് മാറി റെഡ് അലർട്ടിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. തീവ്ര മഴ മുന്നറിയിപ്പിലേക്ക്, അതിശക്ത മഴ മുന്നറിയിപ്പിൽ നിന്ന് തീവ്ര മഴ മുന്നറിയിപ്പിലേക്ക് മാറും. അങ്ങനെയെങ്കിൽ പല ഭാഗങ്ങളും, പ്രത്യേകിച്ച് എറണാകുളത്തെ കളമശ്ശേരി മേഖലകളിലെല്ലാം വെള്ളം കയറുന്ന പ്രദേശങ്ങൾ നിരവധിയാണ്. നഗരപ്രദേശങ്ങൾ എന്ന് പറയുമ്പോഴും മറ്റ് വെള്ളം ഒഴുകിപ്പോകാനുള്ള മാർഗങ്ങൾ ശക്തമായി തന്നെ നടപ്പിലാക്കുന്നു. അത്തരം മാർഗങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ തന്നെയാണ് പലയിടത്തും വെള്ളം കെട്ടി വേഗത്തിൽ തന്നെ വീടുകളുടെ ഉള്ളിലേക്കടക്കം വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷവും വെള്ളക്കെട്ടും എല്ലാം ഉണ്ടാകുന്നത്. എല്ലാ മഴയത്തും എറണാകുളം നഗരത്തിൽ MG റോഡ് അടക്കമുള്ള പ്രദേശങ്ങൾ വെള്ളക്കെട്ടിൻ്റെ ഒരു ഭീതിയിൽ തന്നെയാണ് കഴിയുന്നത്. ഇത്തവണ മാത്രമാണ് ഒരല്പം ആശ്വാസം അല്ലെങ്കിൽ ഒരു വ്യത്യാസം ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നത്. എന്നാൽ എടപ്പള്ളിയുടെ മേഖലകളാണെങ്കിലും കളമശ്ശേരിയുടെ ഭാഗങ്ങളിലാണെങ്കിലും എല്ലാം തന്നെ രാത്രി മുതൽ പെയ്ത മഴയിൽ വെള്ളം കയറിയിട്ടുണ്ട്. മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഒരല്പം ആശ്വാസമുള്ളത്. എന്നാൽ മഴ ഈ രീതിയിൽ രാത്രിയിൽ വീണ്ടും തുടരുകയാണെങ്കിൽ വലിയ ഒരു വെള്ളക്കെട്ട് സാധ്യതയിലേക്ക്, ഒപ്പം തന്നെ തീരദേശ മേഖലയിൽ കടൽക്ഷോഭ സാധ്യതയിലേക്ക് എല്ലാം തന്നെയാണ് നീങ്ങുന്നത്. ശരി, ഇനി കോഴിക്കോട്ടേക്ക് പോവുകയാണ്. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുൽ, മലബാർ മേഖലയിൽ എങ്ങനെയാണ് ഇപ്പോൾ മഴയുടെ ഗതി? മാത്രവുമല്ല, തീരദേശത്ത് താമസിക്കുന്നവരെ മാറ്റി പാർപ്പിക്കാനുള്ള എന്തെങ്കിലും നടപടികൾ അവിടെ നടക്കുന്നുണ്ടോ? ഈ മലബാറിലെ എല്ലാ ജില്ലകളിലും ഇന്ന് റെഡ് അലർട്ട് തന്നെയാണ്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനാൽ തന്നെ അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. തീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നൊരു പ്രവചനമാണ് നൽകിയിട്ടുള്ളത്. 204.4 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ഈ ജില്ലകളിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നൊരു പ്രവചനമാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. തീരദേശ മേഖലയിലുള്ളവർക്കൊക്കെ അതിതീവ്ര ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇന്ന് രാത്രി 8:30 വരെയൊക്കെ 2.8 മീറ്റർ മുതൽ 3.5 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ മത്സ്യബന്ധന തൊഴിലാളികളോട് കടലിൽ ഇറങ്ങരുത് എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 18-ാം തീയതി വരെ കടലിൽ പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ശക്തമായ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. ചക്രവാത ചുഴിയൊക്കെ രൂപപ്പെട്ട സാഹചര്യത്തിൽ മഴ കൂടുതലാവാനുള്ള ഒരു സാധ്യതയാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ടെന്നൊരു മുന്നറിയിപ്പ് നൽകുന്നു. ഈ മേഖലയിലൊക്കെ ശക്തമായ കാറ്റായിരുന്നു അതിരാവിലെ ഉണ്ടായിരുന്നത്. മഴയ്ക്ക് ഉപരിയായിട്ട് വലിയ രീതിയിലുള്ള കാറ്റുണ്ടായിരുന്നു. ചിലപ്പോൾ അത് 60 കിലോമീറ്റർ വരെ വേഗതയിൽ വീശാനുള്ള സാധ്യതയുണ്ടെന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയത്. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്നതുപോലെ, ആദ്യഘട്ടത്തിൽ മഴ പെയ്തതുപോലെ ഉണ്ടായിരുന്ന നാശനഷ്ടങ്ങളൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം ഉച്ചയോട് കൂടിയിട്ട് ആരംഭിച്ച മഴ ഇടവിട്ട് പെയ്യുന്നൊരു സാഹചര്യമാണുള്ളത്. വളരെ പെട്ടെന്ന് മഴ പെയ്ത് പെട്ടെന്ന് തന്നെ പോകുന്നൊരു സാഹചര്യമാണുള്ളത്. തുടർച്ചയായി കൂടുതൽ സമയം നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലില്ല. പക്ഷേ കനത്ത ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് എല്ലാ ജില്ലകളിലും നൽകിയിട്ടുള്ളത്. 5 ജില്ലകളിലും റെഡ് അലർട്ട്
തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടലോര മേഖല, തീരദേശ മേഖല കൂടുതലായിട്ടുള്ള ജില്ലകളാണ് ഈ കാസർഗോഡായാലും കണ്ണൂർ, കോഴിക്കോട് ജില്ലകളൊക്കെ. അതിനാൽ തന്നെ മത്സ്യബന്ധന തൊഴിലാളികൾക്കാണ് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. കടലിൽ ഇറങ്ങരുത് എന്നൊരു കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 204.4 മില്ലിമീറ്റർ കൂടുതൽ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. കാറ്റ് ശക്തമായ രീതിയിൽ തന്നെ 60 കിലോമീറ്ററിലധികം വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് നൽകുന്നു. അതിനാൽ ജാഗ്രത പാലിക്കണമെന്ന ഒരു കർശനമായ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. 5 ജില്ലകളിലും റെഡ് അലർട്ട് നിലനിൽക്കുകയാണ്. നിലവിൽ എവിടെയും നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മാറ്റിപ്പാർപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ മഴ വന്ന സമയത്ത്, അതായത് ഈ കാലവർഷത്തിൽ ആദ്യഘട്ടത്തിൽ മഴ വന്ന സമയത്തുണ്ടായിരുന്ന സംവിധാനങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. ഇപ്പോഴാരും അവിടെ കഴിയുന്നില്ല. എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ആളുകളെ അങ്ങോട്ടേക്ക് മാറ്റിപ്പാർപ്പിക്കാമെന്ന ഒരു നിലപാടിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ദേവിക, പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ വഷളാകുന്നുവെന്ന് പോപ്പ് ലിയോ 14 സമാധാനത്തിനായി ലോകരാജ്യങ്ങൾ ഒന്നിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇറാനും ഇസ്രയേലും പരസ്പരം തിരിച്ചടി തുടരുകയാണ്. ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ വീണ്ടും ഇസ്രയേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇസ്രയേൽ നഗരങ്ങളിലേക്കുള്ള ഇറാന്റെ മിസൈൽ ആക്രമണവും തുടരുകയാണ്. തിരിച്ചടി തുടരുമെന്നാണ് ഇറാന്റെ വെല്ലുവിളി. അമേരിക്കയുമായി ആണവ ചർച്ചയ്ക്കില്ല എന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട്. ഐസൻ ജോസ് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ഐസൻ, ഇപ്പോൾ പോപ്പ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. ലോക സമാധാനത്തിനായി എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട്, അല്ലേ? തീർച്ചയായും ദേവിക, ഏറെ സുപ്രധാനമായ ഒരു ഇടപെടലാണ് പോപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറെ കാര്യമാത്ര പ്രസക്തമായി പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യം. അദ്ദേഹം പറയുന്നത് മറ്റുള്ള ഒരാളുടെ നിലനിൽപ്പിനെ, അന്യന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾക്ക് അവകാശമില്ല എന്ന ബോധ്യത്തിൽ ജീവിക്കണമെന്ന കൃത്യമായൊരു സന്ദേശം നൽകിക്കൊണ്ടാണ് അദ്ദേഹം മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അറിയിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് ഈ തർക്കം, ഈ ആണവ തർക്കത്തിലേക്ക് കാര്യങ്ങൾക്ക് ചെന്നെത്തുന്നത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരത്തിലൊരു ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യം ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് വരും തലമുറയ്ക്ക്. അതുകൊണ്ട് തന്നെ കർശനമായ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും യുദ്ധമല്ല മറിച്ച് സമാധാന ചർച്ചകളിലൂടെ പരസ്പരം അനുരഞ്ജനത്തിലൂടെ ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഒത്തുചേർന്ന് പ്രശ്നത്തിന് പരിഹാരം കാണുക എന്ന ഒരു നിർദ്ദേശമാണ് പോപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തീർച്ചയായും നമുക്ക് അറിയാവുന്നതാണ്, ഈ അടുത്ത ദിവസങ്ങളിലാണ്, മെയ് മാസത്തിലാണ് അദ്ദേഹം പോപ്പായി സ്ഥാനമേൽക്കുകയും ചെയ്തത്. പോപ്പായി സ്ഥാനമേറ്റതിന് ശേഷം ആദ്യമായാണ് അദ്ദേഹത്തിന്റെ ഇത്തരമൊരു അന്താരാഷ്ട്ര വിഷയത്തിലെ കൃത്യമായ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ആണവായുധങ്ങൾക്കെതിരായൊരു നിലപാട് സ്വീകരിക്കണം, അതിനെ ലോകരാഷ്ട്രങ്ങൾ ഒന്നിക്കണം, ആണവ യുദ്ധം ഒഴിവാക്കേണ്ടതുണ്ട് എന്ന കൃത്യമായൊരു സന്ദേശം തന്നെയാണ് പോപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഇത് ലോക സമാധാനത്തിനുള്ള ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിക്കുന്നതിനുള്ള ആദ്യഘട്ട ചർച്ചയായി പരിഗണിക്കണം എന്ന ഒരു നിർദ്ദേശം പോലും പോപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. ഒരു പക്ഷം ചേരലില്ലാത്ത നിലപാട് കൃത്യമായി സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് പോപ്പിന്റെ വാക്കുകളെ അല്ലെങ്കിൽ പോപ്പിന്റെ നിലപാടുകളെ കൃത്യമായി വിശകലനം ചെയ്യുന്നവർ കണ്ടെത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ പോപ്പ് ഇക്കാര്യത്തിൽ ഒരു പക്ഷം ചേരാതിരിക്കുക, മറിച്ച് മനുഷ്യപക്ഷം ചേരുക, ദുരിതം അനുഭവിക്കുന്നതിന്റെ പക്ഷം ചേരുക എന്നൊരു നിലപാട് ഉറച്ചുകൊണ്ടുള്ള കൃത്യമായ വാക്കുകൾ പ്രയോഗിച്ചിരിക്കുന്നു എന്നതാണ് പോപ്പിന്റെ ആ പ്രസ്താവനയിലെ പ്രത്യേകത എന്നും കൃത്യമായി നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ് ഈ അടുത്ത സമയങ്ങളിലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇസ്രായേലിനെതിരെ വലിയ തോതിലുള്ള ഒരു ആക്രമണം ഇന്നലെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ശക്തമായി ഇസ്രായേൽ തിരിച്ചടിക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേലിന്റെ തിരിച്ചടിയിൽ നേരത്തെ പറഞ്ഞതുപോലെ എണ്ണപ്പാടങ്ങളിലെല്ലാം തന്നെ, എണ്ണ റിഫൈനറി അത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലെല്ലാം തന്നെ വൻതോതിൽ ആക്രമണം നടത്തി ടെഹ്റാൻ നിന്ന് കത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ടെഹ്റാനിലെ വലിയ രീതിയിലുള്ള ആക്രമണത്തിന് പിന്നാലെ തകർന്നടിഞ്ഞ എണ്ണപ്പാടങ്ങളുടെയും എണ്ണ റിഫൈനറിയുടെയും ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സ് തന്നെയാണ് ഇക്കാര്യം ലോകത്തെ അറിയിക്കുകയും ചെയ്തത്. ആദ്യമായി തന്നെ മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, ഇസ്രായേലും തിരിച്ചടിക്കുകയാണ്, ഇറാനും തിരിച്ചടിക്കുകയാണ്. ഇസ്രായേലിന്റെ വിവിധ നഗരങ്ങളിൽ, വിവിധ പ്രദേശങ്ങളിലെല്ലാം തന്നെ വൻതോതിൽ ആക്രമണം നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിരവധി നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും അതുപോലെ തന്നെ അതിർത്തിയിലെ പ്രദേശങ്ങളിലെയും എല്ലാമുള്ള ജനങ്ങൾ ബങ്കറുകളിലേക്ക് മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് വലിയൊരു പട്ടിക തന്നെ ഇസ്രായേൽ പുറത്തുവിടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേൽ പ്രതിരോധ സേന ശക്തമായ ഒരു ആക്രമണം ഇസ്രായേലിനെതിരെയും ഇറാൻ നടത്തുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പരസ്പര ധാരണയിലൂടെ, സൗഹാർദ്ദത്തിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നൊരു നിലപാടിലേക്ക് പോപ്പ് ഉൾപ്പെടെയുള്ളവർ എത്തുകയും ചെയ്തിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ആണവായുധ ശേഖരം പൂർണ്ണമായി തകർച്ചയല്ലാതെ അല്ലെങ്കിൽ ഇറാന്റെ ആണവായുധ ശേഖരം തകർത്ത് തങ്ങളുടെ സുരക്ഷിതത്വം, രാജ്യത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കിയല്ലാതെ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ. അതേസമയം ആക്രമണം തുടരുമെന്ന ഒരു നിലപാടിൽ ഇറാനും തുടരുന്നു. ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഇക്കാര്യത്തിൽ കർശന നിലപാടുകൾ എടുക്കുന്നതിൽ നിന്നും ഉടനടി നടപടികൾ വേണ്ടതില്ല എന്ന നീക്കത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആക്രമണം ഇനിയും തുടരും. ഇസ്രായേൽ അതിശക്തമായ ആക്രമണം ഇറാനെതിരെ നടത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്.
ശരി എസൻ, മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ വെല്ലുവിളിക്കുമ്പോഴും ഇറാന് ആണവായുധം നിർമ്മിക്കാനുള്ള ശേഷിയുണ്ടോ, അല്ലെങ്കിൽ ശക്തമായ ഒരു തിരിച്ചടിക്ക് ഇറാന് ഇനി കഴിയുമോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളും അവിടെ അവശേഷിക്കുന്നുണ്ട്. ഇറാനെ ഇനിയും ആണവായുധങ്ങൾ ശേഖരിക്കാനോ അല്ലെങ്കിൽ ആക്രമിക്കാനോ ഉള്ള ശേഷിയുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എങ്കിൽ കൂടി ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ആണവായുധങ്ങൾ ശേഖരിച്ചു എന്നതാണ് ഇന്നലെ ബെഞ്ചമിൻ നെതന്യാഹു തന്നെ വ്യക്തമാക്കുകയും ചെയ്തത്. 9 ബോംബുകൾ നിർമ്മിച്ചു കഴിഞ്ഞു, അതിന്റെ അവസാന ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതിന് മുൻപായി നടത്തുന്ന മുന്നൊരുക്കങ്ങൾ മാത്രമാണ് ഇനിയുള്ളത് എന്നതാണ് ഇന്നലെ പ്രധാനമന്ത്രി അറിയിച്ചത്. 9 ബോംബുകൾക്ക് വേണ്ട യുറേനിയം എൻട്രി ചെയ്യുകയും അത്രയും യുറേനിയം എൻട്രി ചെയ്തതിന് ശേഷം ആ ബോംബുകൾ തയ്യാറാക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഈ ആണവായുധ ശേഖരം തയ്യാറാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ അവരുടെ നിസ്സഹായാവസ്ഥയിൽ, അതായത് തങ്ങൾക്ക് വേറെ വഴിയില്ല എന്ന നിലപാടാണ് ഇന്നലെ തന്നെ ഇസ്രായേൽ പ്രതിരോധ വക്താവ് പോലും ഈ ആക്രമണം നടന്ന ഉടൻ തന്നെ 2 ദിവസം മുമ്പ് വളരെ കൃത്യമായി അറിയിക്കുകയും ചെയ്തത്. ഈ ആക്രമണം നടന്ന വേളയിൽ തന്നെ അന്ന് ഈ ആണവ ശേഖരത്തിന് നേരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കുമെന്നും ഇസ്രായേൽ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ആണവ കേന്ദ്രങ്ങൾ, 2 പ്രധാന ആണവ കേന്ദ്രങ്ങളിലെ ആക്രമണം നടത്തുകയും ആണവ കേന്ദ്രങ്ങളുടെ സുരക്ഷയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ഇന്നലെ മലിനീകരണം ഉണ്ടായി എന്ന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി തന്നെ വ്യക്തമാക്കുകയും ചെയ്തൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ കടുത്ത നടപടികളിലേക്ക് ഇസ്രായേൽ നീങ്ങാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ ആണവ ഭീഷണി തന്നെയാണ്. നിലവിൽ ഈ ആണവ ഭീഷണി എത്ര കണ്ട് ശക്തമായി ഇറാന്റെ കൈവശമുണ്ട് എന്നത് ചോദ്യചിഹ്നമായി തന്നെ തുടരുകയാണ്. മാത്രമല്ല അത് വീണ്ടും ആക്രമണത്തിന് പ്രയോജനപ്പെടുത്താനുള്ള ഒരു നീക്കം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്ന ആശങ്ക ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതേ ആശങ്ക തന്നെ പോപ്പ് പോലും പങ്കുവയ്ക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ആക്രമണോത്സുകമായ ഒരു സംവിധാനത്തിലൂടെ ഇസ്രായേലിനെ കീഴ്പ്പെടുത്താനുള്ള ശേഷി ഇറാൻ ഉണ്ടോ എന്ന ചോദ്യം നിലനിൽക്കുമ്പോഴും സങ്കീർണാവസ്ഥ തുടരുകയാണ്. ഇത് സംബന്ധിച്ചുള്ള തർക്കങ്ങളും തുടരുകയാണ്. ഉടൻ തന്നെ നടപടികൾ ശക്തമായി ഉണ്ടാകേണ്ടതുണ്ട് എന്ന നിലപാടിൽ തന്നെയാണ് ഇസ്രായേൽ ഉള്ളത്. എങ്കിലും വിട്ടുവീഴ്ചയില്ലാതെ തങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണത്തിന് ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്നും ഇസ്രായേൽ പറയുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ടെഹ്റാനിൽ വലിയ തോതിലുള്ള ഒരു ആക്രമണം നടന്നതും വൻതോതിൽ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ആക്രമണം നടന്നതും എണ്ണപ്പാടങ്ങൾ തകർന്ന് തരിപ്പണമാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്ന് എത്തുകയും ചെയ്തത്. ശരി. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി പ്രധാനമന്ത്രി സെപ്രസിലേക്ക് പുറപ്പെട്ടു. നാളെ കാനഡയിൽ G7 ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. പിന്നാലെ ക്രൊയേഷ്യയിലും നരേന്ദ്രമോദി സന്ദർശനം നടത്തും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ വിദേശ സന്ദർശനമാണിത്. ഗൗതം അനന്ത നാരായണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗൗതം, ഇപ്പോൾ സെപ്രസിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറപ്പെട്ടിരിക്കുകയാണ്. നാളെ അദ്ദേഹം കാനഡയിൽ G7 ഉച്ചകോടിയിലും പങ്കെടുക്കുന്നു. ദേവിക, അല്പസമയം മുൻപാണ് ഡൽഹിയിൽ നിന്നും അദ്ദേഹം പ്രത്യേക വിമാനത്തിൽ ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി പുറപ്പെട്ടിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം സെപ്രസിൽ എത്തും. ഇന്നും നാളെയും അദ്ദേഹം അവിടെയുണ്ട്. നാളെ തന്നെ അദ്ദേഹം കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിലേക്ക് പോകുന്നതിനായി കാനഡയ്ക്ക് പോകും. നാളെയും മറ്റന്നാളുമായി 16, 17 തീയതികളിലാണ് കാനഡയിൽ G7 ഉച്ചകോടി നടക്കുന്നത്. ഈ ഉച്ചകോടിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ എത്തുന്നുണ്ട്. അവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കും. ഇപ്പോൾ വലിയ ആശങ്കയായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഇറാൻ ഇസ്രായേൽ സംഘർഷം സംബന്ധിച്ചുള്ള ചർച്ചകൾ അവിടെ നടക്കും. അങ്ങനെ വളരെ സുപ്രധാനമായ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുക എന്നത് തന്നെയാണ് ഈ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത്. ഒപ്പം അദ്ദേഹം അവസാനമായി 18-ാം തീയതി അദ്ദേഹം ഈ യാത്രയിൽ സന്ദർശിക്കുന്നത് ക്രൊയേഷ്യയാണ്. അങ്ങനെ സെപ്രസ്, കാനഡ, ക്രൊയേഷ്യ എന്നീ 3 രാജ്യങ്ങളുടെ സന്ദർശനം പൂർത്തിയാക്കി 18-ന് മാത്രമേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് ഇനി മടങ്ങിയെത്തുകയുള്ളൂ. ഓപ്പറേഷൻ സിന്ദൂർ എന്ന വളരെ വലിയൊരു ദൗത്യം, ലോകത്തിന് മുന്നിൽ ഭീകരതയെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന വലിയ ദൗത്യം ഭാരതം വിജയകരമായി നടപ്പാക്കിയതിനു ശേഷമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ വിദേശ സന്ദർശനത്തിനാണ് ഇന്നിപ്പോൾ തുടക്കം കുറിക്കുന്നത്. ശരി. കൊങ്കൺ റെയിൽപാതയിലൂടെ ഓടുന്ന സദേൺ റെയിൽവേ ട്രെയിനുകൾക്ക് ഇന്നു മുതൽ 20 വരെ പുതിയ സമയക്രമം. മൺസൂൺ ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ സുരക്ഷ ഉറപ്പാക്കാനാണ് നിയന്ത്രണങ്ങൾ. യാത്രാ ദുരിതം ഉണ്ടാക്കാത്ത വിധത്തിൽ ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രജിത്ത്, ഈ കൊങ്കൺ റെയിൽപാതയിലൂടെ ഓടുന്ന സദേൺ റെയിൽവേ ട്രെയിനുകൾക്കാണ് ഇന്നു മുതൽ 20 വരെ പുതിയ സമയക്രമം ഉണ്ടായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? ദേവിക, ഈ മഴക്കാലമാണ്, മൺസൂണാണ്, അതുകൊണ്ട് തന്നെ അപകടങ്ങൾക്കുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇനിയുള്ള ഈ പറയുന്ന 16 ഇന്നു മുതൽ 20-ാം തീയതി വരെ മൺസൂൺ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് കൊങ്കൺ റെയിൽവേയിലൂടെ ഓടുന്ന സദേൺ റെയിൽവേയുടെ ട്രെയിനുകൾക്ക് ഒരു പുതിയ സമയക്രമം ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിവിധ ട്രെയിനുകൾക്ക് ഈ സമയമാറ്റം ഇന്നു മുതൽ ബാധകമാണ്. അതിൽ പ്രധാനപ്പെട്ട ചില
ട്രെയിനുകളും അവയുടെ സമയമാറ്റവും നമുക്കൊന്ന് പറയാൻ കഴിയും. പ്രത്യേകിച്ച് ഇന്ന് മുതൽ തിരുവനന്തപുരം നിസാമുദ്ദീൻ രാജധാനി ചൊവ്വ വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് അത് ഉച്ചയ്ക്ക് 2:40 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് വൈകിട്ട് 6:25 എറണാകുളം സൗത്തിൽ എത്തുന്ന രീതിയിലാണ് പുതിയ ക്രമീകരണം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം ലോക്മാന്യ തിലക് നേത്രാവതി രാവിലെ 9:15 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:10 എറണാകുളം സൗത്തിൽ എത്തിച്ചേരുന്ന രീതിയിലാണ് പുതിയ ക്രമീകരണം. അതുപോലെ തന്നെ തിരുവനന്തപുരം നോർത്തിൽ നിന്ന് പുറപ്പെടുന്ന സമ്പർക്ക് ക്രാന്തി, അമൃത്സർ, ഋഷികേശ് തുടങ്ങിയ ട്രെയിനുകൾ രാവിലെ 4:50 തിരുവനന്തപുരം നോർത്തിൽ നിന്ന് പുറപ്പെട്ട് 9:35 എറണാകുളം സൗത്തിലെത്തുന്ന രീതിയിലാണ് പുതിയ ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഗാന്ധിധാം, തിരുനെൽവേലി, ഹംസഫർ ആ ട്രെയിനുകൾ ചൊവ്വാഴ്ച എറണാകുളം സൗത്തിൽ വൈകിട്ട് 6:10 എത്തും. അത് തിരുവനന്തപുരത്ത് രാത്രി 11:05 എത്തുന്നത്. അതോടൊപ്പം തന്നെ നിസാമുദ്ദീൻ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് അത് ഞായറാഴ്ചകളിലാണ് എറണാകുളം സൗത്തിൽ വൈകിട്ട് 6:10 തിരുവനന്തപുരത്ത് രാത്രി 11:05 എത്തുക. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ട്രെയിനുകളുടെ സമയമാറ്റം. നിരവധി ട്രെയിനുകൾക്ക് ഈ രീതിയിലുള്ള സമയമാറ്റമുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത് ഈ മൺസൂണാണ്. അതുകൊണ്ട് തന്നെ ഈ വേഗതയൊക്കെ പലയിടത്തും ക്രമീകരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ കൂടുതൽ കാലതാമസം ഉണ്ടാകാതെ, കൂടുതൽ സമയമെടുക്കാതെ ട്രെയിനുകൾ പരമാവധി ലക്ഷ്യസ്ഥാനങ്ങളിൽ കൃത്യസമയത്ത് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു സാഹചര്യം കൂടി പരിഗണിച്ചാണ്. കാരണം പലയിടത്തും മണ്ണിടിഞ്ഞുമൊക്കെയുള്ള ഈ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമൊക്കെ ഇനിയുള്ള നാളുകളിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് ഇത്തരത്തിൽ പുതിയൊരു സമയക്രമീകരണത്തിലേക്ക് അത് 20-ാം തീയതി വരെയാണെങ്കിലും റെയിൽവേ പോയിരിക്കുന്നത്. അതിനുശേഷമുള്ള സാഹചര്യം വിലയിരുത്തി വീണ്ടും ഈ സമയക്രമീകരണം തുടരണമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കും. ഇല്ല എങ്കിൽ പഴയ രീതിയിൽ ട്രെയിനുകളുടെ സമയക്രമീകരണം അത് പുനഃക്രമീകരിക്കുന്ന സാഹചര്യവും ഉണ്ടാകും. ദേവിക, അംഗം മുറുകുന്നു. നിലമ്പൂരിലെത്തി ഇസ്രായേലിനെ തെമ്മാടി രാജ്യമെന്ന് വിളിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ടാണ് പാകിസ്ഥാനെ തെമ്മാടി രാജ്യമെന്ന് വിളിക്കാത്തതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. നിലമ്പൂരിൽ ഇടത് വലത് മുന്നണികൾ വർഗീയ രാഷ്ട്രീയമാണ് കളിക്കുന്നതെന്നും യഥാർത്ഥ ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്നും അദ്ദേഹം വിമർശിച്ചു. അരുണാലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട്. നിലമ്പൂരിൽ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ MT രമേശിൻ്റെ നേതൃത്വത്തിൽ വോട്ടർമാരെയൊക്കെ നേരിൽ കണ്ട് അവരോട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇപ്പോൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന സ്റ്റേഷൻ പോലും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു വികസനം അല്ലേ? നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മാത്രമേ നിലമ്പൂരിലെ ജനങ്ങൾക്ക് അനുഭവേദ്യമായി മാറിയിട്ടുള്ളൂ. കഴിഞ്ഞ 10-30 വർഷക്കാലത്തിലേറെ UDFും LDFും പ്രതിനിധാനം ചെയ്തിട്ടുള്ള മണ്ഡലമാണ് നിലമ്പൂർ. പക്ഷേ ഈ രണ്ട് മുന്നണികളും നിലമ്പൂരിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന് അവർക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു വികസിത നിലമ്പൂർ എന്ന അജണ്ട ദേശീയ ജനാധിപത്യ സഖ്യം മുമ്പോട്ട് വെക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ വികസന പാതയിലേക്ക് നിലമ്പൂരും വരണം എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ NDAക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ് മുമ്പോട്ട് വെക്കുന്നത്. LDFും UDFും മതപരമായിട്ടുള്ള വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവർ പ്രചരണത്തിനിറങ്ങുന്നത്. LDFും UDFും നിലമ്പൂരിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മതരാഷ്ട്രീയമാണെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യം ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത് വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ്. സങ്കുചിതമായിട്ടുള്ള മത താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയാണ്. ഇന്നലെ ഈ മണ്ഡലത്തിൽ പ്രചരണത്തിന് വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇസ്രായേലിനെതിരായി നടത്തിയിട്ടുള്ള പദപ്രയോഗം, അദ്ദേഹം ഇസ്രായേലിനെ തെമ്മാടി രാജ്യമെന്നാണ് വിശേഷിപ്പിച്ചത്. പക്ഷേ അതേ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് പാകിസ്ഥാനെ അങ്ങനെ വിശേഷിപ്പിക്കാൻ തയ്യാറാകാത്തത് എന്ന ചോദ്യം വ്യാപകമായിട്ട് ഉയരുന്നുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് പഹൽഗാമിൽ നിരപരാധികളായിട്ടുള്ള 26 പേരെ പാകിസ്ഥാൻ ഭീകരവാദികൾ കൊലപ്പെടുത്തിയത്. ലോകം മുഴുവനും ഇന്ന് പാകിസ്ഥാൻ്റെ ഭീകരവാദി അപലപിച്ചിട്ടുള്ളതാണ്. പക്ഷേ അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പാകിസ്ഥാനെ ആ രീതിയിൽ ആക്ഷേപിക്കാൻ തയ്യാറായിട്ടില്ല. ഇന്നിപ്പോൾ ഇസ്രായേലിനെ തെമ്മാടി രാഷ്ട്രമെന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ പാകിസ്ഥാനെതിരായിട്ട് എന്തുകൊണ്ട് പ്രയോജനമാകുന്നില്ല? എന്താണ് പാകിസ്ഥാനെതിരായിട്ട് അത്തരം പദപ്രയോഗങ്ങൾ ഉപയോഗിക്കാൻ മുഖ്യമന്ത്രിയെ വിലക്കുന്നത് എന്താണ്? ഇത് സ്വാഭാവികമായിട്ടും നിലമ്പൂരിലെ ആളുകൾ ചർച്ച ചെയ്യും. ആരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരം പദപ്രയോഗങ്ങൾ നടത്തുന്നത് എന്ന് പകൽ പോലെ വ്യക്തമാണ്. അതുകൊണ്ട് അത്തരം മതപരമായിട്ടുള്ള താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് LDFും UDFും പ്രചരണം നടത്തുന്നത്. വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ് ദേശീയ ജനാധിപത്യ സഖ്യം മുമ്പോട്ട് പോകുന്നത്. ആ രാഷ്ട്രീയത്തെ നിലമ്പൂരിലെ ജനങ്ങൾ സ്വീകരിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. മതപരമായ കാര്യങ്ങൾ എന്ന് പറയുമ്പം ഈ PDPയെ പ്രീണിപ്പിക്കാനുള്ളൊരു ശ്രമം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഭാഗത്ത് നടക്കുന്നു.
മറുവശത്താണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശിക്കാൻ വേണ്ടിയാണ് UDF നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതും BJP അതിനെ കൃത്യമായിട്ട് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ജനങ്ങൾക്കത് ബോധ്യമാവുകയാണല്ലോ. ഞാനിന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവന കണ്ടു, അത്ഭുതം തോന്നിപ്പോയി. അദ്ദേഹം വെൽഫെയർ പാർട്ടിയെ, ജമായത്തെ ഇസ്ലാമിയെയും അവരുടെ നേതാക്കന്മാരെക്കാൾ കൂടുതൽ ന്യായീകരിക്കുകയാണ്. അദ്ദേഹം ചോദിക്കുന്നത് കേട്ടു, വെൽഫെയർ പാർട്ടിക്കെതിരായിട്ട് എന്ത് കേസാണുള്ളത്? വെൽഫെയർ പാർട്ടി ജമായത്തെ ഇസ്ലാമിയുടെ ഒരു രാഷ്ട്രീയ രൂപമാണ് എന്ന് VD സതീശൻ അറിയില്ലേ? ജമായത്തെ ഇസ്ലാമി ഒരു ഘട്ടത്തിൽ ഈ രാജ്യത്ത് നിരോധിക്കപ്പെട്ട സംഘടനയാണ് എന്ന് VD സതീശൻ അറിയില്ലേ? ജമായത്തെ ഇസ്ലാമിയെ നിരോധിച്ചത് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് ആയിരുന്നില്ലേ? അപ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ നിരോധിച്ചിട്ടുള്ള രാജ്യത്ത് ഒരു മതരാഷ്ട്രമുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന, മതരാഷ്ട്രമാണ്, ദീനിൻ്റെ നിയമാവലിയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് പരസ്യമായി പറയുന്ന ജമായത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള വെൽഫെയർ പാർട്ടിയെ എങ്ങനെയാണ് VD സതീശൻ ന്യായീകരിക്കാൻ സാധിക്കുക? ഇത് തന്നെയാണ് LDFും ചെയ്യുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി ഈ മണ്ഡലത്തിൽ വന്നപ്പോൾ പറഞ്ഞ മറ്റൊരു കാര്യം, ഞങ്ങൾക്ക് വിഘടനവാദികളുടെയും വർഗീയവാദികളുടെയും വോട്ട് വേണ്ട എന്നാണ്. അപ്പോൾ PDP ഗണത്തിൽപ്പെടില്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു തരത്തിലുള്ള തീവ്രവാദ സ്വഭാവമുള്ള ആളുകളുടെയും വോട്ട് വേണ്ട എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് PDPയുടെ വോട്ട് വേണ്ട, PDPയുടെ പിന്തുണ വേണ്ട എന്ന് പരസ്യമായിട്ട് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പറയാത്തത്? അതുകൊണ്ട് തരാതരം പോലെ PDPയും ജമായത്തെ ഇസ്ലാമിയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മതപരമായിട്ടുള്ള സംഘീയ താല്പര്യങ്ങൾ പ്രയോജനപ്പെടുത്തി ഈ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് LDFും UDFും പരിശ്രമിക്കുന്നത്. അത് ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. മറ്റൊരു കാര്യം ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതും ഈ UDF നേതാക്കളായ ഷാഫി പറമ്പലിനെ അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയൊക്കെ വാഹനം പരിശോധിച്ചു എന്നുള്ളതാണ്. പാലക്കാട് ഒരു പെട്ടി വിവാദം പറഞ്ഞതിനെ വലിയ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചു. ഇവിടെയും അതേ ആ ഒരു പെട്ടി അവരുടെ പരിശോധിച്ചു എന്നൊക്കെ തരത്തിൽ വലിയ രീതിയിൽ അതിനെ ഒരു വിഷയമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് കൊണ്ടുപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അവരെ ഭീഷണിപ്പെടുത്തുക വരെയാണ് ചെയ്തിരിക്കുന്നത്. വളരെ പരിഹാസ്യമായിട്ടുള്ള നിലപാടാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ ഭാഗത്തുണ്ടാക്കുന്നത്. ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കന്മാർ കുറച്ചുകൂടി പക്വതയോടുകൂടി ഈ കാര്യങ്ങളെ കാണേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ എല്ലായ്പ്പോഴും വാഹനങ്ങൾ പരിശോധിക്കും. പ്രത്യേകിച്ചും അത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ വാഹനങ്ങൾ തന്നെയാണ് പരിശോധിക്കുക. അത് എല്ലാ കാലത്തും ഉണ്ടാകുന്ന റുട്ടീനായൊരു നടപടിക്രമമാണ്. അതിലെന്തിനാണ് കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇത്ര അസ്വസ്ഥത? എല്ലാ പാർട്ടി നേതാക്കന്മാരുടെയും വാഹനങ്ങൾ പരിശോധിക്കുന്നുണ്ടല്ലോ, BJP നേതാക്കന്മാരുടെയും വാഹനങ്ങൾ പരിശോധിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. അതിലെന്തിനാണ് അസ്വസ്ഥതയുണ്ടാകുന്നത്? അത് അങ്ങേയറ്റം പരിഹാസ്യമാണ്. ഞങ്ങൾ നിയമത്തിന് അതീതരാണ് എന്ന് ബോധപൂർവം വരുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് കോൺഗ്രസ്സുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവസാനമായിട്ടൊരു ചോദ്യമുള്ളത്, നമ്മൾ നിൽക്കുന്നത് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാത. ഇപ്പോൾ നിലമ്പൂരിൻ്റെ കാര്യങ്ങളൊന്നും ഇടത് വലത് മുന്നണികൾ ചർച്ചയാക്കുന്നില്ല എന്നുള്ള വലിയ വിഷയം ആക്ഷേപമായിട്ട് ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടുത്തെ ബൈപ്പാസിൻ്റെ വിഷയമാണെങ്കിലും ഈ നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാതയാണെങ്കിലും. അപ്പോൾ BJP അത്തരം വിഷയങ്ങളാണോ പ്രധാനമായിട്ടും ജനങ്ങളോട് ഈ വിവാദങ്ങളൊക്കെ ഒരു വശത്തെ ഇടത് വലത് മുന്നണികൾ ഉയർത്തുമ്പോൾ വിവാദങ്ങൾക്കപ്പുറത്തും നിലമ്പൂരിൻ്റെ ഒരു വികസനം എന്നുള്ളത് തന്നെയാണ് ഉയർത്തുന്നത്? ഈ നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാതയെക്കുറിച്ച് എന്താണ് വോട്ടർമാരോട് BJPക്ക് പറയുന്നത്? നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേ പാത നേരത്തെയുള്ള നിർദ്ദേശമാണ്. ഒരു ഘട്ടത്തിൽ ഇതിൻ്റെ സർവേക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന് അനുവാദമുണ്ടായിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകാൻ സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്ത് ഒരു ശ്രമം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ സമയത്ത് തന്നെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ദേശീയ ജനാധിപത്യ ശക്തിക്ക് അവസരം കിട്ടുകയാണെങ്കിൽ ഞങ്ങളുടെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രയോറിറ്റി നിലമ്പൂരിൻ്റെ റെയിൽവേ വികസനമായിരിക്കും. ആ റെയിൽവേ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു അന്തർ സംസ്ഥാന റെയിൽവേ ലൈൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ പാത ദീർഘകാലമായിട്ടുള്ള സ്വപ്നമാണ്. നേരത്തെ മെട്രോമാൻ E ശ്രീധരൻ്റെ നേതൃത്വത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. തീർച്ചയായിട്ടും അതുമായി മുമ്പോട്ട് പോകും. ആ റെയിൽവേ പാത യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമത്തിന് ദേശീയ ജനാധിപത്യ സഖ്യം നേതൃത്വം കൊടുക്കുക തന്നെ ചെയ്യും. ഏതായാലും നിലമ്പൂരിലെ ജനങ്ങളോട് NDAക്ക് പറയാനുള്ളത്, BJPക്ക് പറയാനുള്ളത് വികസന കാര്യങ്ങൾ മാത്രമാണ്. നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാത ഉൾപ്പെടെ BJPക്ക് ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ അത് യാഥാർത്ഥ്യമാവും എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നടന്നു പോകുന്ന ഈ റെയിൽവേ സ്റ്റേഷൻ അത് അമൃത് ഭാരത് പദ്ധതിയിൽ നവീകരിച്ചതാണ്. അത്തരത്തിലുള്ള വലിയ വികസനം ഈ നിലമ്പൂരിൽ നേരത്തെ തന്നെ മോദി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് പൂർവാധികം ശക്തിയോടുകൂടി വർദ്ധിക്കും എന്നുള്ളതാണ് NDA പറയുന്നത്, BJP നിലമ്പൂരിൽ പറയുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, നിലമ്പൂർ.
നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥിയും മുൻ MLAയുമായ M. സ്വരാജിന്റെ ഭാര്യയ്ക്കായി വഴിവിട്ട നീക്കവുമായി കണ്ണൂർ സർവകലാശാല. സ്വരാജിന്റെ ഭാര്യ സരിത മേനോന് PhD നേടാനായി ചരിത്രത്തിൽ ആദ്യമായി മേഴ്സി ചാൻസ് നൽകിയിരിക്കുകയാണ് സർവകലാശാല. 1 ലക്ഷം രൂപ പിഴ അടച്ച് PhD നേടാനാണ് അവസരം. സ്വരാജിന്റെ ഭാര്യയ്ക്കായി ചട്ടങ്ങൾ മാറ്റിയതായി ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. കോളേജ് അധ്യാപകരുടെ പ്രവേശന പ്രായം 50ആയി വർദ്ധിപ്പിച്ചത് സ്വരാജിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണെന്ന ആരോപണം ശരിവെക്കുന്ന തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്. പ്രജിത്ത് മോഹനൻ ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. പ്രജിത്ത്, വളരെയധികം വിവാദം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. കാരണം സ്വരാജിന്റെ ഭാര്യയ്ക്ക് വേണ്ടി മാത്രം പ്രത്യേകം ചട്ടങ്ങൾ മാറ്റി എന്നൊരു ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നു കേട്ടിരിക്കുന്നത്. ഈ CPM നേതാക്കളുടെ ഭാര്യമാർക്ക് വേണ്ടി അവർക്ക് ഗവേഷണ ബിരുദമൊക്കെ നേടാനുള്ള ഒരു സംവിധാനം ഒരുക്കി നൽകുകയാണ് സംസ്ഥാന സർക്കാരും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്. ഇതുവഴി ഇപ്പോൾ ഈ സർക്കാർ സർവീസിലൊക്കെ പെട്ടെന്ന് നിയമനം കിട്ടുന്നതിനുള്ള വഴിയൊരുക്കി നൽകുകയാണ് യൂണിവേഴ്സിറ്റികൾ എന്നുള്ള വിമർശനവും ഉയർന്നു വരുന്നു. ഇപ്പോൾ കണ്ണൂർ സർവകലാശാലയാണ് ഏറ്റവും പുതിയ വിവാദത്തിൽപ്പെട്ടിരിക്കുന്നത്. നേരത്തെ സ്പീക്കർ എൻ ഷംസീറിന്റെ ഭാര്യയുടെ നിയമനവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിവാദത്തിലും കണ്ണൂർ സർവകലാശാല പെട്ടിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള M. സ്വരാജിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ അട്ടിമറിക്കുന്നു എന്നുള്ളൊരു വിമർശനം കൂടി വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു കാലയളവ് കൂടി ഒന്ന് നോക്കേണ്ടതുണ്ട്. കാരണം അപ്പോഴാണ് ഇതിൻ്റെ ഒരു എന്താണ് നടന്നത് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരിക. 2008 ഒക്ടോബർ 20 സരിത മേനോൻ കണ്ണൂർ സർവകലാശാലയിൽ PhDക്ക് രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നീട് ആ ഗവേഷണം അവർ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നതുമുണ്ട്. 2023 ഏപ്രിൽ 1 അധ്യാപക നിയമന പ്രായപരിധി അത് സർക്കാർ 50 ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ 48 വയസ്സാണ് M. സ്വരാജിന്റെ ഭാര്യയ്ക്കുള്ളത്. കൊണ്ട് തന്നെ ഇനി അവർക്കൊരു സർക്കാർ സർവീസിൽ അധ്യാപക നിയമനം നേടാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ആ ഒരു ഉത്തരവിലൂടെ 2023 ഏപ്രിൽ 11 പുറത്തിറങ്ങിയ ഉത്തരവിലൂടെ സർക്കാർ തയ്യാറാക്കി നൽകിയത്, അല്ലെങ്കിൽ ഒരു അവസരം കൂടി നൽകിയത്. 2023 ജൂലൈ 4 ഈ ഏപ്രിൽ 11 ഈ പറയുന്ന 50 വയസ്സ് പ്രായപരിധിയിലേക്ക് ഈ പറയുന്ന അധ്യാപക നിയമനത്തിലുള്ള പ്രായപരിധി ഉയർത്തുമ്പോഴേക്കും 2023 ജൂലൈ 4 ആകുമ്പോഴേക്കും 1 ലക്ഷം രൂപ പിഴയടച്ച് ഗവേഷണം പൂർത്തിയാക്കാൻ കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കണ്ണൂർ സർവകലാശാലയുടെ സിൻഡിക്കേറ്റാണ് ഇത്തരത്തിൽ ഒരു മേഴ്സി ചാൻസ് എന്നുള്ളൊരു സംവിധാനം, അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗവേഷണ ബിരുദത്തിന് മേഴ്സി ചാൻസ് നൽകുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു രീതിയിലേക്ക് ഒരു സിൻഡിക്കേറ്റ് ചേർന്ന് ഒരു തീരുമാനമെടുക്കുന്നു. 2024 മെയ് 14 സരിത മേനോൻ ഈ പറയുന്ന രീതിയിൽ പ്രബന്ധം സമർപ്പിക്കുന്നത്. 2024 മെയ് 14. അതിനുശേഷം 2024 തന്നെ നവംബർ 30 ആകുമ്പോഴേക്കും സരിത മേനോന് PhD ബിരുദം നൽകുകയാണ് സർവകലാശാല. സാധാരണഗതിയിൽ ഒരു PhD ബിരുദം സമർപ്പിക്കുന്ന സമയത്ത് ചില സമയത്ത് 2-3 വർഷങ്ങളൊക്കെ നീങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത് ആ പ്രബന്ധം അംഗീകരിക്കാനും തുടർന്ന് PhD നൽകാനും ഒക്കെ അത് കേരളത്തിലെ സർവകലാശാലകളെ പറ്റി കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു ആരോപണമാണ്. പക്ഷേ സരിത മേനോന്റെ കാര്യം വരുമ്പോഴേക്കും 5 മാസത്തിനുള്ളിൽ ഈ പറയുന്ന ഏപ്രിൽ പ്രബന്ധം സമർപ്പിക്കുന്നു, നവംബറിൽ പറയുന്ന രീതിയിൽ PhD നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് സർവകലാശാല ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട 3 പ്രശ്നങ്ങളാണ് ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ആക്ടിവിസ്റ്റുകളായിട്ടുള്ള ആളുകളൊക്കെ ഉയർത്തിക്കാട്ടുന്നത്. ഒന്ന്, ഈ അസാധാരണമായിട്ടുള്ള ഒരു മേഴ്സി ചാൻസ്, ഒരു സാധാരണഗതിയിൽ സർവകലാശാലകളിലെ ബിരുദങ്ങൾക്ക് നൽകുന്ന മേഴ്സി ചാൻസ് അതൊരു ഗവേഷണ ബിരുദത്തിന് നൽകുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇത് സ്വരാജിന്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രത്യേകം കൊണ്ടുവന്നൊരു സംവിധാനമാണ്. സിൻഡിക്കേറ്റ് തീരുമാനമാണെങ്കിൽ തന്നെയും അത് പ്രത്യേകം സ്വരാജിന്റെ ഭാര്യയുടെ വിഷയം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ആ നടപടിയിലേക്ക് പോയതെന്നുള്ളതാണ് പ്രധാന വിമർശനം. രണ്ടാമത്തതാണ് ഈ തിരക്കിട്ട നടപടികൾ നടന്നു എന്നുള്ളത്. അതായത് സാധാരണഗതിയിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ പ്രബന്ധം സമർപ്പിച്ച വലിയ സമയം അല്ലെങ്കിൽ കാലയളവൊക്കെ എടുക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോഴാണ് വെറും 5 മാസത്തിനുള്ളിൽ സരിതയ്ക്ക് വേണ്ടി ഈ പറയുന്ന രീതിയിൽ ഒരു പ്രബന്ധത്തിന്റെ അംഗീകാരം നടക്കുകയും PhD നൽകുകയും ചെയ്യുന്നത്. സാധാരണക്കാരായ ഒരാൾക്ക് അത്തരത്തിലുള്ളൊരു ആനുകൂല്യവും ഒരു സർവകലാശാലയും കേരളത്തിൽ നൽകില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇനിയാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഈ പറയുന്ന ആരോപണം ഉയരുന്നത്. ഒന്ന്, ഈ പ്രായപരിധി ഉയർത്തുന്നത്. ഈ യൂണിവേഴ്സിറ്റി അധ്യാപകരുടെ നിയമനം അത് പ്രായപരിധി നേരത്തെ 40 വയസ്സായിരുന്നു, അത് 50ലേക്ക് ഉയർത്തിയത് പോലും 48 വയസ്സുള്ള സരിത മേനോന് നിയമനം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനം. അതായത് ഒരു തവണ അവർ ഈ പറയുന്ന രീതിയിൽ PhDക്ക് രജിസ്റ്റർ ചെയ്യുന്നു, പിന്നീട് ആ ഗവേഷണം അവർ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നു. പിന്നാലെ യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് ചേർന്ന് സരിത മേനോന് ഒരു മേഴ്സി ചാൻസ് അനുവദിക്കാൻ ചരിത്രത്തിലില്ലാത്ത വിധം തീരുമാനമെടുക്കുന്നു. അതിനൊപ്പം ഈ പറയുന്ന പ്രായപരിധിയിൽ ഒരു ഇളവ് കൊണ്ടുവന്ന് 48 വയസ്സുള്ള സരിത മേനോന് അധ്യാപക നിയമനം ലഭിക്കാനുള്ള ഒരു
നടപടിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഇത് സംബന്ധിച്ചുകൊണ്ടുവരുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് വിദേശത്തും മറ്റുമുള്ള വലിയ അക്കാദമിക് പാരമ്പര്യമുള്ള അല്ലെങ്കിൽ അക്കാദമിക് വിദഗ്ധരായ ആളുകൾക്ക് ഇത്തരത്തിൽ നിയമനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു വ്യവസ്ഥ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. പക്ഷേ അതും ഉയരുന്ന ആരോപണം എന്ന് പറയുന്നത് ഇതെല്ലാം സരിതാ മേനോന് വേണ്ടിയിട്ട് പ്രത്യേകം നടപ്പിലാക്കിയ മാറ്റങ്ങളാണ് എന്നുള്ളതാണ്. എന്തായാലും സേഫ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ പോലെയുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഗവർണർക്ക് ഈ വിഷയത്തിൽ പരാതി നൽകുകയാണ്. സംസ്ഥാനത്തെ CPM നേതാക്കൾക്ക് വേണ്ടി ചട്ടങ്ങളിലും വ്യവസ്ഥകളിലും ഒക്കെ മാറ്റം വരുത്തി വിദ്യാഭ്യാസ മേഖലയെ തന്നെ അട്ടിമറിക്കുകയാണ് സർക്കാർ എന്നുള്ളതാണ് അത്തരം സംഘടനകൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട വിമർശനം. ശരി പ്രജിത്ത്, വളരെ വേഗം മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകേണ്ടതുണ്ട്. ഉത്തരാഖണ്ഡിൽ നിന്നൊരു ദുഃഖവാർത്ത വരുന്നു. ഡെറാഡൂണിൽ നിന്ന് കേദാർനാഥിലേക്ക് പോയ ഹെലികോപ്റ്റർ തകർന്നു വീണു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 6 പേരാണ് ഇതിൽ ഉണ്ടായിരുന്നത് എന്നാണ് വിവരം. ഗൗരികുണ്ടിൽ വെച്ചാണ് ഹെലികോപ്റ്റർ ആദ്യം കാണാതാവുന്നത്. കേദാർനാഥ് തീർത്ഥാടകരുമായി പോയ സ്വകാര്യ ഹെലികോപ്റ്ററാണ് ഈ അപകടത്തിൽ ഇന്ന് രാവിലെ പെട്ടിരിക്കുന്നത്. ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, അത്യധികം ദുഃഖകരമായൊരു വാർത്തയാണ്. 6 പേർ അതിനുള്ളിൽ ഉണ്ടായിരുന്നു. ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ സാധിക്കുന്നുണ്ടോ? ഉത്തരാഖണ്ഡിൽ നിന്ന് ഒരു അപകട വാർത്തയാണ് ഈ ഒരു മണിക്കൂറിൽ പങ്കുവയ്ക്കാനുള്ളത്. ഡെറാഡൂണിൽ നിന്ന് കേദാർനാഥിലേക്ക് പോയ ഹെലികോപ്റ്റർ തകർന്നു വീണു. 6 പേരാണ് ഇതിൽ ഉണ്ടായിരുന്നത് എന്നാണ് വിവരം. ഗൗരികുണ്ടിൽ വെച്ചാണ് ഹെലികോപ്റ്റർ ആദ്യം കാണാതാകുന്നത്. കേദാർനാഥ് തീർത്ഥാടകരുമായി പോയ സ്വകാര്യ ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. ഗൗതം തുടരുന്നുണ്ട്. ഗൗതം, കേൾക്കാമെങ്കിൽ ഇപ്പോൾ ഈ 6 പേർക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ സാധിക്കുന്നുണ്ടോ? ദേവിക, ഈ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്ത ആളുകൾ മരണപ്പെട്ടതായാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഇതിലൊരു ഔദ്യോഗികമായ സ്ഥിരീകരണം ഉത്തരാഖണ്ഡ് സർക്കാരോ പോലീസോ നടത്തിയിട്ടില്ല. പക്ഷേ ഈ ഹെലികോപ്റ്റർ പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാന നഗരിയായ ഡെറാഡൂണിൽ നിന്നും തീർത്ഥ നഗരിയായ കേദാർനാഥിലേക്കാണ് ഈ ഹെലികോപ്റ്റർ യാത്ര ചെയ്തത്. ഗൗരികുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഹെലികോപ്റ്റർ ആദ്യം കാണാനാവുകയും പിന്നീട് ഇത് തകർന്നു വീഴുകയും ചെയ്തതായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതിൽ 6 യാത്രക്കാരുണ്ടായിരുന്നു. മുഴുവൻ യാത്രക്കാരും മരണപ്പെട്ടു എന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. മോശം കാലാവസ്ഥയായിരിക്കാം ഒരുപക്ഷെ അപകട കാരണം. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഹെലികോപ്റ്ററുകൾ ഇവിടെ ക്രാഷ് ലാൻഡ് നടത്തുകയും അല്ലെങ്കിൽ ഇത്തരത്തിൽ വഴിതെറ്റി പോവുകയും ഒക്കെ ചെയ്യുന്ന ധാരാളം റിപ്പോർട്ടുകൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു. ഏതാണ്ട് 1.5 ആഴ്ചകൾക്ക് മുമ്പ് ഈ തീർത്ഥാടകരുമായി കേദാർനാഥിലേക്ക് പോയ മറ്റൊരു ഹെലികോപ്റ്റർ ക്രാഷ് ലാൻഡ് ചെയ്തു. പക്ഷെ അതിലെ യാത്രക്കാർ അത്ഭുതകരമായൊക്കെ രക്ഷപ്പെട്ടിരുന്നു. അതിനാലാണ് ഒരു വലിയ ദുരന്തം ഒഴിവായത്. പക്ഷെ ഇന്നിപ്പോൾ ഈ ഹെലികോപ്റ്റർ ഗൗരികുണ്ടിൽ കാണാതായ ഹെലികോപ്റ്റർ ഏതാണ്ട് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ഇതിലെ യാത്രക്കാരെല്ലാവരും തന്നെ മരണപ്പെട്ടതായാണ് ഈ സമയത്ത് നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. ദേവിക, ശരി, എന്തായാലും അത്യധികം ദുഃഖകരമായൊരു വാർത്തയാണ് ഉത്തരാഖണ്ഡിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഗൗതം, ഇതിന് പിന്നിൽ കാരണം എന്താണ് എന്നറിയാൻ സാധിക്കുന്നുണ്ടോ? ഈ അപകടത്തിന് പിന്നിലുള്ള കാരണം? ശരി, ഡെറാഡൂണിൽ നിന്ന് കേദാർനാഥിലേക്ക് പോയ ഹെലികോപ്റ്ററാണ് തകർന്നു വീണത്. 6 പേരാണ് ഇതിൽ ഉണ്ടായിരുന്നത്. ഇവർ മരണപ്പെട്ടു എന്നുള്ള ഔദ്യോഗികമല്ലാത്ത ചില റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. ഗൗരികുണ്ടിൽ വെച്ചാണ് ഹെലികോപ്റ്റർ ആദ്യം കാണാതാകുന്നത്. കേദാർനാഥ് തീർത്ഥാടകരുമായി പോയ സ്വകാര്യ ഹെലികോപ്റ്ററിലാണ് ഈ അപകടമുണ്ടായത്. ഇന്ന് രാവിലെയാണ് അപകടം ഉണ്ടായത്. ഗൗതമാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഗണപതി സ്തുതിയെ ആധാരമാക്കി സംസ്കൃത ശ്ലോകം ആലപിച്ച് ലോക റെക്കോർഡ് നേടുകയാണ് മുംബൈ സ്വദേശിയായ 10 വയസ്സുകാരൻ ആദിത്യ നായർ. സ്വന്തമായി ക്യൂറേറ്റ് ചെയ്യുകയും സംസ്കൃത ഗാനം ആലപിക്കുകയും ചെയ്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന നിലയിലാണ് ആദിത്യ നായർ ചരിത്ര നേട്ടം പാടി നേടിയത്. ശ്രീ ഗണപതി അഥർവശീർഷയുടെ സംഗീതപരമായ സംസ്കൃത പാഠം അവതരിപ്പിച്ചാണ് 10 വയസ്സുകാരനായ ആദിത്യ നായർ ചരിത്ര നേട്ടം കൈവരിച്ചത്. ഈ വൈദിക ഗാനത്തെ യഥാർത്ഥ സംസ്കൃത രൂപത്തിൽ അവതരിപ്പിക്കുകയും ക്യൂറേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ചെറുപ്പമുള്ള ഗായകനായി അദ്ദേഹം മാറി. ഗണപതി അഥർവശീർഷം ബുദ്ധി, ഐശ്വര്യം, ആന്തരിക ശുദ്ധീകരണം, തടസ്സങ്ങൾ നീക്കൽ എന്നിവയ്ക്ക് ആഹ്വാനം ചെയ്യുന്ന സംസ്കൃത ശ്ലോകമാണെന്ന് പാരമ്പര്യമായി വിശ്വസിക്കപ്പെടുന്നു. ഗണപതി പാരമ്പര്യത്തിലെ പ്രധാന ജപമെന്ന നിലയിലും ഇതിനെ കണക്കാക്കുന്നു. വക്രതുണ്ഡ മഹാകായ സൂര്യകോടി സമപ്രഭ
निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा. ആദിത്യ ജി നായർ ഭക്തി സംഗീതത്തിന് അപരിചിതനല്ല. ഹിന്ദി, മറാത്തി, മലയാളം ഭാഷകളിൽ മുമ്പ് ഭക്തിഗാനങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ശബരിമല അയ്യപ്പന് അർപ്പണമായി അദ്ദേഹം അവതരിപ്പിച്ച കന്നി അയ്യപ്പൻ എന്ന ഗാനം ജനപ്രീതി നേടിയിരുന്നു. മുംബൈ ബിസിനസ്സുകാരനായ ഗുരു നായരുടെ പുത്രനാണ് ആദിത്യ നായർ. ജനം, കൊച്ചി. ഡെറാഡൂണിൽ നിന്ന് കേദാർനാഥിലേക്ക് പോയ ഹെലികോപ്റ്റർ തകർന്നു വീണു. 6 പേരാണ് ഇതിൽ ഉണ്ടായിരുന്നത്. ഗൗരികുണ്ടിൽ വെച്ചാണ് ഹെലികോപ്റ്റർ ആദ്യം കാണാതാകുന്നത്. കേദാർനാഥ് തീർത്ഥാടകരുമായി പോയ സ്വകാര്യ ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് രാവിലെയാണ് ഈ അപകടമുണ്ടാകുന്നത്. ഗൗതം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗൗതം, ഇപ്പോൾ ഈ 6 പേരുടെ കാര്യത്തിൽ ചില ഔദ്യോഗികമല്ലാത്ത ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കാരണം ഇവർ മരണപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ലല്ലോ, അല്ലേ? സംബന്ധിച്ചുള്ള സ്ഥിരീകരണമുണ്ട്. ആദ്യം ഉത്തരാഖണ്ഡ് ADGP-യും അതിനുശേഷം പിന്നീട് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയും ഇത്തരമൊരു അപകടം നടന്നുവെന്നും ദുഃഖകരമായ വാർത്തയെന്നും എക്സിൽ കുറിക്കുന്നുണ്ട്. പക്ഷെ ഇതിലെ യാത്രക്കാരെ സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ ഒരു വിശദീകരണം നിലവിൽ സർക്കാർ വൃത്തങ്ങൾ നൽകുന്നില്ല. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആളുകൾ മരണപ്പെട്ടു എന്നത് തന്നെയാണ്. കാരണം ഈ ഹെലികോപ്റ്റർ പൂർണ്ണമായിട്ട് തന്നെ തകർന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ അതിലെ യാത്രക്കാർ രക്ഷപ്പെടാനുള്ള സാധ്യത വിരളമാണ്. മോശം കാലാവസ്ഥയാകാം ഒരുപക്ഷെ അപകടത്തിന് കാരണം. ഈ പ്രദേശത്ത് ഇപ്പോൾ തുടർച്ചയായി ഇത്തരം അപകട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ കേദാർനാഥിലേക്ക് പോയ മറ്റൊരു ഹെലികോപ്റ്റർ ക്രാഷ് ലാൻഡിംഗ് നടത്തിയിരുന്നു. ഭാഗ്യം കൊണ്ടാണ് അതിലെ യാത്രക്കാർ രക്ഷപ്പെട്ടത്. അതിനുശേഷം ഇപ്പോൾ ഒരാഴ്ച പിന്നിടുമ്പോഴാണ് ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാന നഗരിയായ ഡെറാഡൂണിൽ നിന്നും കേദാർനാഥിലേക്ക് തീർത്ഥാടകരുമായി പോയ ഈ ഒരു സ്വകാര്യ ചോപ്പർ, അതായത് ഈ കേദാർനാഥിലേക്ക് ഈ ചോപ്പറുകളാണ് ഭക്തരെയും കൊണ്ട് പോകുന്നത്. ഇതെല്ലാം സ്വകാര്യ കമ്പനികൾ നടത്തുന്ന ഹെലികോപ്റ്റർ സർവീസുകളാണ്. അത്തരം സർവീസുകളിൽ ഉൾപ്പെടുന്ന ഒരു ഹെലികോപ്റ്ററാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി ഗൗതം, ഈ അപകട കാരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രാഥമിക നിഗമനങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടോ? ദേവിക, മോശം കാലാവസ്ഥ തന്നെയാണ് അപകടത്തിന് കാരണമാകുന്നത്. കാരണം നമുക്കറിയാം, പൊതുവെ മഴയും അതോടൊപ്പം തന്നെ അതിശക്തമായ മഞ്ഞു വീഴ്ചയും രൂക്ഷമാകുന്ന സ്ഥലമാണിതെല്ലാം. പ്രത്യേകിച്ച് ബദ്രിനാഥ്, കേദാർനാഥ് എന്ന് പറയുന്നത് വളരെ പ്രതികൂലമായ കാലാവസ്ഥയിൽ നടത്തുന്ന ഒരു തീർത്ഥാടനമാണ്. സാധാരണ തീർത്ഥാടനങ്ങൾ പോലെയല്ല. റോഡ് മാർഗം പോയാൽ തന്നെ വലിയ അപകടങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഹെലികോപ്റ്റർ മാർഗം പോകുമ്പോഴും ഈ മഞ്ഞു വീഴ്ച, അതുപോലെ തന്നെ ശക്തമായ മഴ പോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഇതൊക്കെ തീർച്ചയായിട്ടും ഈ അപകടങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങളാണ്. അതിനാൽ ഇപ്പോൾ ഉത്തരാഖണ്ഡ് പോലീസ് വ്യക്തമാക്കുന്നതും ശക്തമായ പ്രതികൂലമായ കാലാവസ്ഥയെ തുടർന്ന് ഇത്തരം ഒരു അപകടം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെയും ഹെലികോപ്റ്ററുകൾ ഇത്തരം മോശം കാലാവസ്ഥയിലാണ് അപകടത്തിൽ പെട്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ സ്വകാര്യ കമ്പനികൾ നടത്തുന്ന ഹെലികോപ്റ്ററുകളുടെ സുരക്ഷ സംബന്ധിച്ചൊക്കെ മുൻപും ആശങ്കകൾ പല ഘട്ടങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ളതാണ്. കാര്യമായ സുരക്ഷ ഇല്ലാതെയാണ് ഹെലികോപ്റ്റർ കമ്പനികൾ ഈ സർവീസുകൾ നടത്തുന്നതെന്ന ആക്ഷേപങ്ങളൊക്കെ വളരെ വർഷങ്ങളായിട്ടുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായേക്കാം. ഇപ്പോൾ ഈ ഹെലികോപ്റ്റർ പൂർണ്ണമായി തകർന്നു എന്ന സ്ഥിരീകരണം മാത്രമാണ് ഉത്തരാഖണ്ഡ് പോലീസും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയും നടത്തിയിരിക്കുന്നത്. ശരി ഗൗതം, എന്തായാലും വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. ഡെറാഡൂണിൽ നിന്ന് കേദാർനാഥിലേക്ക് പോയ ഹെലികോപ്റ്റർ തകർന്നു വീണിരിക്കുന്നു. 6 പേരാണ് ഇതിൽ ഉണ്ടായിരുന്നത്. ഇവർ മരണപ്പെട്ടു എന്ന സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. പക്ഷേ ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല. ഗൗരികുണ്ടിൽ വെച്ചാണ് ഹെലികോപ്റ്റർ ആദ്യം കാണാതാകുന്നത്. കേദാർനാഥ് തീർത്ഥാടകരുമായി പോയ സ്വകാര്യ ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. മോശം കാലാവസ്ഥയായിരിക്കാം അപകട കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. ഗൗതമനന്ദ നാരായണനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കെനിയയിലെ വാഹനാപകടത്തിൽ മരിച്ച 5 മലയാളികളുടെയും മൃതദേഹങ്ങൾ ഇന്ന് കൊച്ചിയിലെത്തിക്കും. രാവിലെ 8:45 ഖത്തർ എയർവേസ് വിമാനത്തിലാണ് മൂവാറ്റുപുഴ സ്വദേശിനി ജസ്ന, മകൾ 1.5 വയസ്സുകാരി റൂഹി മെഹ്റീൻ, മാവേലിക്കര സ്വദേശിനി ഗീത ജോഷി ഐസക്, പാലക്കാട് മണ്ണൂർ സ്വദേശി റിയ ആൻ, മകൾ ടൈറ എന്നിവരുടെ മൃതദേഹങ്ങൾ എത്തിക്കുക. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, 8:45 കൊണ്ടുവരിക. അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടെ മൃതദേഹങ്ങൾ എത്തിച്ചേരുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്.
ദേവിക പറഞ്ഞതുപോലെ തന്നെ അല്പസമയത്തിനകം ഈ 5 പേരുടെയും മൃതദേഹം കെനിയയിൽ ഈ ജൂൺ 9-നുണ്ടായ വാഹന അപകടത്തിൽ മരിച്ച 9 പേരുടെയും 5 പേരുടെയും മൃതദേഹങ്ങൾ എത്തിക്കും. 9-ാം തീയതിയായിരുന്നു ഈ ഒരു അപകടമുണ്ടായത്. ഇന്ത്യൻ സമയം രാവിലെയാണ് അപകടം. അതിനുശേഷം നടപടിക്രമങ്ങൾ ഏറെ പൂർത്തിയാക്കേണ്ടതുണ്ടായിരുന്നു. ആ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ എത്തിക്കുന്നത്. ബന്ധുക്കൾ, യാത്രാ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന ബന്ധുക്കൾ ഈ വിമാനത്തിൽ അനുഗമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് ബന്ധുമിത്രാദികൾ എല്ലാവരും തന്നെ ഇവിടെ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. ഓരോരുത്തരുടെയും വീടുകളിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകും. അവിടെ പൊതുദർശനം, മറ്റു ചടങ്ങുകളെല്ലാം തന്നെ അവിടെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ കൊണ്ടുവരുന്നത് 5 പേരുടെ മൃതദേഹങ്ങളാണ്. അതിൽ മൂവാറ്റുപുഴ സ്വദേശിനിയായ ജസ്നയുണ്ട്, മകൾ റൂഹി മെഹറിൻ, 1.5 വയസ്സുള്ള ആ കുട്ടി റൂഹിൻ മെഹറിൻ, ഒപ്പം മാവേലിക്കര ചെറുകോൾ സ്വദേശിയായ ഗീത ഷോജി ഐസക് ഉണ്ട്. ഗീത ഷോജി ഐസക് താമസിക്കുന്നത് പാലാരിവട്ടത്താണ് താമസിക്കുന്നത്. ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ മൃതദേഹം അങ്ങോട്ടേക്ക് മാറ്റും. അതിനുശേഷം ചൊവ്വാഴ്ചയായിരിക്കും ഗീതാ ഷോജിയുടെ സംസ്കാരം ചടങ്ങുകളിലേക്ക് കടക്കുക. പൊതുദർശനവും സംസ്കാര ചടങ്ങുകളും ഉണ്ടാകുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. മറ്റ് 2 മൃതദേഹങ്ങൾ പാലക്കാട് മണ്ണൂർ സ്വദേശിനിയായ റിയ ആൻ്റെയും മകൾ ടൈറ റോഡിക്സിൻ്റെയുമാണ് മൃതദേഹങ്ങൾ എത്തിക്കുന്നത്. ഇങ്ങനെ 5 പേരുടെ മൃതദേഹങ്ങളാണ് ഇവിടെ അല്പസമയം പൊതുദർശനത്തിന് വയ്ക്കുന്നതിന് ശേഷമായിരിക്കും അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോവുക. ഭൗതിക ശരീരങ്ങൾക്കൊപ്പമുള്ള ബന്ധുക്കൾ, അവരിൽ ചിലർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സാരമല്ലാത്ത പരിക്ക് അല്ലെങ്കിൽ വലിയ തോതിലുള്ള പരിക്ക് ഇല്ലാത്തവരാണ്. അത്തരത്തിലുള്ള ബന്ധുക്കളാണ് ഇപ്പോൾ വിമാനത്തിൽ ഈ മൃതദേഹങ്ങൾക്ക് ഒപ്പം യാത്ര ചെയ്ത് വരുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം തന്നെ നീക്കിയിരുന്നു കേന്ദ്ര സർക്കാർ. അക്കാര്യത്തിൽ വലിയ ഇളവുകളെല്ലാം തന്നെ നൽകി. കാരണം യെല്ലോ ഫീവർ വാക്സിൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണെന്ന് ട്രാവൽ ഏജൻസി അറിയിച്ചിരുന്നു. ഒപ്പം യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഇത് യാത്ര വൈകിക്കുമോ എന്നൊരു സന്ദേഹമുണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ യാത്ര വൈകുമോ എന്നെല്ലാമുള്ള സംശയം ഉണ്ടായിരുന്നു. മൃതദേഹങ്ങൾ എത്തിക്കുന്നതിന് കാലതാമസം നേരിടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ കേരള സർക്കാരുകൾ ഒരുമിച്ച് ഇടപെടുകയും നോർക്ക റൂട്ട്സ് അടക്കം ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുകയും എല്ലാം ചെയ്തതോടുകൂടി ഈ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിന് വേണ്ടി സഹായിക്കുകയായിരുന്നു. അങ്ങനെ യെല്ലോ ഫീവർ വാക്സിൻ സർട്ടിഫിക്കറ്റ് ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബന്ധുക്കൾ ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. ഇവിടെ മന്ത്രി പി രാജീവ്, സംസ്ഥാന സർക്കാരിന് വേണ്ടി പി രാജീവ് ആയിരിക്കും മൃതദേഹം ഏറ്റുവാങ്ങും. ഒപ്പം തന്നെ മറ്റു ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും എല്ലാവരും തന്നെ തങ്ങളുടെ നാട്ടുകാരെ പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് ഇവിടെ കാണുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വയ്ക്കുന്ന മൂവാറ്റുപുഴയിൽ മരിച്ച 2 പേരുടെയും മൃതദേഹങ്ങൾ, അമ്മയുടെയും കുഞ്ഞിൻ്റെയും മൃതദേഹങ്ങൾ മൂവാറ്റുപുഴ പേഴക്കാപ്പള്ളിയിലെ വീട്ടിലാണ് പൊതുദർശനത്തിന് വയ്ക്കുക. അതിനുശേഷം 11 മണിയോടെ ഖബറടക്ക ചടങ്ങുകളിലേക്ക് കടക്കും. അവിടെ 9 മണി മുതൽ 2 മണിക്കൂർ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഭൗതിക ശരീരം കൊണ്ടുവരുന്നത് വൈകുന്നത് അനുസരിച്ച് പൊതുദർശന സമയം കുറയ്ക്കും. അതിനുശേഷം കൃത്യസമയത്ത് തന്നെ ഖബറടക്ക ചടങ്ങുകളിലേക്ക് കടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു അപകടം നടന്നിരിക്കുന്നത് ജൂൺ 9-ാം തീയതിയാണ്. അത് ഇന്ത്യൻ സമയം വൈകിട്ട് 7 മണിയോടെയായിരുന്നു വിനോദയാത്രാ സംഘം സഞ്ചരിച്ച 28 പേരടങ്ങുന്ന ഇന്ത്യൻ വിനോദയാത്രാ സംഘം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുന്നത്. അതിൽ 5 മലയാളികൾ അടക്കമായിരുന്നു മരണപ്പെട്ടത്. 5 പേരുടെയും മൃതദേഹങ്ങളാണ് ഇവിടെ എത്തിക്കുന്നത്. സംഭവം നടന്നത് നെയ്റോബിയിൽ നിന്ന് 150 കിലോമീറ്റർ അകലെ നെഹ്റൂറിലാണ് ഇങ്ങനെയൊരു അപകടം, ദാരുണമായ സംഭവം നടന്നത്. അന്ന് തന്നെ കെനിയൻ എംബസി അടക്കം, ഇന്ത്യയിലെ ഇന്ത്യൻ എംബസി അടക്കം ഇക്കാര്യത്തിൽ മൃതദേഹങ്ങൾ എത്തിക്കുന്നതിനും പരിക്കേറ്റവർക്ക് മതിയായ ചികിത്സ, അതിവേഗത്തിലുള്ള ചികിത്സ നൽകുന്നതിനുമെല്ലാമുള്ള സൗകര്യങ്ങൾ ചെയ്തിരുന്നു. ആദ്യം അവരെ കെനിയയിലെ സർക്കാർ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. പിന്നീട് തലസ്ഥാന നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പരിക്കേറ്റവരെ എല്ലാം തന്നെ മാറ്റി അവർക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നതിനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരുന്നു. ചെറിയ പരിക്കുകൾ ഉള്ള ആളുകളാണ് വിമാനത്തിൽ തിരികെ വരുന്നത്. ഒപ്പം ഗുരുതരമായ പരിക്കേറ്റവർ ഇപ്പോഴും അവിടെ ചികിത്സയിൽ തുടരുകയും ചെയ്യുകയാണ്. ദേവിക, ശരി. AKG പഠന ഗവേഷണ കേന്ദ്രത്തിന് വഴിവിട്ട സഹായവുമായി സർക്കാർ. AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നവീകരണത്തിന് 2 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. വിനോദസഞ്ചാര വകുപ്പ് പണം അനുവദിച്ച് ഇറക്കിയ ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. പ്രജിത്ത് മോഹനൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രജിത്ത്, അർഹിക്കുന്നതിലും കൂടുതൽ തുകയാണ് ഇപ്പോൾ AKG പഠന ഗവേഷണ കേന്ദ്രത്തിന് സർക്കാർ നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ജനം ടിവിക്ക് ലഭിച്ചിരിക്കുകയാണല്ലേ?
ദേവിക, ഇപ്പോൾ AKG സെൻറ്റർ, അതായത് CPM-ന്റെ സംസ്ഥാനത്തെ ആസ്ഥാന മന്ദിരത്തിന് പുതിയൊരു ബിൽഡിംഗ് അവർ സ്ഥാപിച്ചിരുന്നു. അത് നല്ല കോടികൾ ചെലവഴിച്ച് തന്നെയാണ് വലിയ ഒരു കെട്ടിട സമുച്ചയം തന്നെ നിർമ്മിച്ചത്. ഇത് തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും പൊക്കമുള്ള ബിൽഡിങ്ങുകൾ ഒന്നുകൂടിയാണ് എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. അത്ര വലിയൊരു മന്ദിരമാണ് CPM അവരുടെ പുതിയ ആസ്ഥാന മന്ദിരമായി നിർമ്മിച്ചത്. നേരത്തെ തന്നെ ഉണ്ടായിരുന്ന പഴയ AKG സെൻറ്ററിന് തൊട്ട് മുന്നിലായി തന്നെയാണ്, അതിന് അഭിമുഖമായി തന്നെയാണ് പുതിയ മന്ദിരവും നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പുതിയ മന്ദിരം നിർമ്മിച്ചതിൻ്റെ ഭാഗമായി പുറത്തിറക്കിയിട്ടുള്ള ഒരു സുവനീർ ഉണ്ട്. ഈ സുവനീറിലാണ് ഈ പറയുന്ന രീതിയിൽ ടൂറിസം വകുപ്പിൻ്റെതായി 2 ലക്ഷം രൂപയുടെ പരസ്യം ടൂറിസം വകുപ്പ് നൽകുന്നത്. ഈ സുവനീർ കമ്മിറ്റി ആദ്യം ടൂറിസം വകുപ്പ് ഡയറക്ടർക്ക് ഇത് സംബന്ധിച്ചൊരു ആവശ്യം ഉന്നയിച്ച് കത്ത് നൽകിയിരുന്നു. അതിന് ടൂറിസം വകുപ്പ് ഡയറക്ടർ ശുപാർശയോടെ മന്ത്രിക്ക് നൽകുന്നു. മന്ത്രി അതിനെ വളരെ പെട്ടെന്ന് അനുവദിച്ച് ഉത്തരവും പുറപ്പെടുവിക്കുന്നു. ഈ മാസം 9-ാം തീയതിയാണ് ഇത് സംബന്ധിച്ച ഈ 2 ലക്ഷം രൂപ അനുവദിക്കുന്ന രീതിയിലുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്തരം പരസ്യങ്ങൾ നൽകുന്നൊരു കീഴ്വഴക്കം കേരളത്തിലുണ്ടോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിലൊരു കെട്ടിടം നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരു ആസ്ഥാന മന്ദിരം തൊട്ടടുത്ത ഒരു പുതിയ ബിൽഡിങ്ങിലേക്ക് മാറുന്നത് മാത്രമാണ് ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു നവീകരണം എന്ന രീതിയിലാണ് ഈ ഉത്തരവിൽ പോലും പറഞ്ഞിരിക്കുന്നത്. അതായത് പുതിയ മന്ദിരം നിർമ്മിച്ചതാണെങ്കിലും നവീകരണത്തിൻ്റെ ഭാഗമായി പുറത്തിറക്കിയിരിക്കുന്ന സുവനീറിൽ പരസ്യം നൽകുന്നതിന് പണം അനുവദിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ സുവനീറിലേക്ക് പണം നൽകുന്നത് സ്വാഭാവികമായിട്ടും ഇതൊരു വലിയ രീതിയിൽ വിറ്റഴിച്ചു പോകുന്ന സംഭവമൊന്നുമല്ല. ഒരു കുറച്ച് പേർക്ക് വേണ്ടി അല്ലെങ്കിൽ കുറച്ച് പ്രിന്റിംഗ് മാത്രം നടക്കാൻ പോകുന്ന ഒരു സുവനീറിലേക്കാണ് ഇത്രയധികം പണം ടൂറിസം വകുപ്പ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അക്ഷരാർത്ഥത്തിൽ അത് പാർട്ടിക്ക് സംഭാവനയായി നൽകിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അല്ലാതെ സുവനീർ അച്ചടിച്ച് നാട്ടുകാരെ മുഴുവൻ കാണിക്കാൻ പോകുന്ന ആ രീതിയിലൊന്നും കാര്യങ്ങളില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ടൂറിസം വകുപ്പ് 2 ലക്ഷം അനുവദിച്ചിരിക്കുന്നു. മറ്റ് വകുപ്പുകൾക്കും സമാനമായ രീതിയിൽ പണം അനുവദിക്കാനുള്ളൊരു കീഴ്വഴക്കം കൂടിയാണ് ടൂറിസം വകുപ്പ് തുറന്നു വയ്ക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഓരോ വകുപ്പിലെയും പ്രധാനപ്പെട്ട സംരംഭങ്ങളുടെയൊക്കെ പേരിൽ അല്ലെങ്കിൽ ചില മിഷനുകളുടെയൊക്കെ പേരിൽ ഈ പറയുന്ന പരസ്യം നൽകാൻ സർക്കാർ തുടങ്ങുകയാണെങ്കിൽ ഈ സുവനീറിലേക്ക് ലക്ഷങ്ങൾ ഒഴുകിയെത്താൻ, അതിൻ്റെ പരസ്യമായി CPM-ലേക്ക് സർക്കാരിൻ്റെ പണം, ജനങ്ങളുടെ നികുതി പണം ലക്ഷങ്ങൾ ഒഴുകിയെത്താനുള്ളൊരു സാധ്യത കൂടിയാണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. അതിനൊരു കീഴ്വഴക്കം കൂടി സൃഷ്ടിക്കപ്പെടുകയാണ്. ഇനി മറ്റ് പാർട്ടികൾക്കും സമാനമായ രീതിയിൽ സർക്കാർ പണം കൊടുക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പോലും നവമാധ്യമങ്ങളിലൊക്കെ ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട് ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. സർക്കാർ ജീവനക്കാർക്കിടയിലൊക്കെ വലിയ പരിഹാസവും ദൃശ്യമാണ്. ഇനി കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് കോൺഗ്രസിൻ്റെ ഒരു ആസ്ഥാന മന്ദിരമായ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് കമ്മിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊക്കെ പണം ആവശ്യപ്പെട്ടാൽ നാളെ അതിലും ടൂറിസം വകുപ്പ് പണം കൊടുക്കുമോ തുടങ്ങിയിട്ടുള്ള പരിഹാസം ഈ സർവീസ് സംഘടനകൾക്കുള്ളിൽ CPM-ന്റെ ഫ്രാക്ഷനുകളിൽ പോലും ഉയരുന്നുണ്ട്. അനാവശ്യമായ ദൂർത്താണ് നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനം. കാരണം നമ്മൾ പലപ്പോഴും ചൂണ്ടിക്കാട്ടുന്ന ഒരു വിഷയമാണ്, ആശാവർക്കർമാർക്ക് 100 രൂപ കൊടുക്കാൻ പണമില്ലെന്ന് പറയുന്ന സർക്കാരാണ് ഇഷ്ടക്കാർക്ക് വേണ്ടി കൂടുതൽ പണം അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ പരസ്യങ്ങളുടെ പേരിലൊക്കെ പാർട്ടിക്ക് ആവശ്യത്തിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരുപാട് പണം വാരി വിതറുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത്. കഴിഞ്ഞ ദിവസവും നമ്മൾ പുറത്തുവിട്ടതാണ്, മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിൻ്റെ ശമ്പളം വർദ്ധിപ്പിച്ച് നൽകിയിട്ടുണ്ട്. അപ്പോഴാണ് ആശാവർക്കർമാർക്ക് ഒരു 100 രൂപ പോലും വർദ്ധിപ്പിച്ച് നൽകാതെ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ സ്വന്തം പാർട്ടി മന്ദിരങ്ങളൊക്കെ നവീകരിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ പുതിയ ആസ്ഥാന മന്ദിരങ്ങളൊക്കെ നിർമ്മിക്കാനും പാർട്ടിക്ക് സംഭാവന നൽകുന്നത് പോലെയാണ് പരസ്യങ്ങളുടെ പേരിൽ ഇത്ര ലക്ഷക്കണക്കിന് രൂപ സർക്കാർ നൽകുന്നത് എന്നുള്ളതുമാണ്. ഇനി മറ്റ് വകുപ്പുകളിൽ നിന്ന് സമാന രീതിയിലുള്ള ഒരു നീക്കം ഉണ്ടാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ദേവിക. ശരി. വിവാദ കരിമണൽ കമ്പനി CMRL നിന്ന് ഫണ്ട് വാങ്ങിയത് മറച്ചുവെച്ച ആലുവ നഗരസഭ ഓഫീസിന് മുൻപിലെ ജലധാര പുനർനിർമ്മാണത്തിൽ വൻ ക്രമക്കേടെന്ന് ആരോപിച്ച് BJP കൗൺസിലർമാർ. ജലധാര പുനർനിർമ്മാണത്തിന് സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ ഗ്രാന്റാണ് ഉപയോഗിച്ചതെന്നായിരുന്നു വിവരാവകാശ മറുപടികൾ. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജിജീഷ്, ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ആലുവ നഗരസഭ കേന്ദ്രീകരിച്ച് നടന്ന വലിയൊരു ക്രമക്കേടിലേക്ക് വെളിച്ചം വീശുന്ന അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങൾ ശക്തമായി നിൽക്കുന്ന തന്നെയാണ് അവിടെയുള്ള ജലധാര പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട്. പ്രത്യേകിച്ച് വിവാദ കരിമണൽ കമ്പനിയായ CMRL നിന്ന് CSR ഫണ്ട് വാങ്ങിക്കൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നു. എന്നാൽ അത് മറച്ചു വയ്ക്കാൻ കാണിച്ച ഒരു വ്യഗ്രത ഇക്കാര്യത്തിൽ ആലുവ നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. കാരണം ആദ്യമേ 15 ലക്ഷം രൂപയുടെ നിർമ്മാണ ചെലവ് വരുമെന്ന് പറയുന്നു. പിന്നീട് അത് ചെലവ് ചുരുക്കി തങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യുന്നു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ നൽകുന്നു. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നീക്കം ഇതുമായി ബന്ധപ്പെട്ട് ആലുവ നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ട്. പിന്നീട് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോഴും ഇത് തന്നെയാണ്. കാരണം ഈ CSR ഫണ്ട് ഉപയോഗിക്കുന്നതോ CMRL-ന്റെ ഫണ്ട് ഉപയോഗിക്കുന്നതോ ഒന്നും തന്നെ വ്യക്തമാക്കാതെ മറ്റു ചില ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട്, അതായത് സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ്റെ ഗ്രാന്റ് ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾ ജലധാര പുനർനിർമ്മാണം പൂർത്തിയാക്കി എന്നതായിരുന്നു മറുപടിയായി
ആദ്യമായി പറഞ്ഞത്. എന്നാൽ പിന്നീട് ഈ കാര്യത്തിൽ വിശദമായ പരിശോധന നടത്തിയപ്പോൾ അല്ലെങ്കിൽ CMR തന്നെ പുറത്തുവിട്ട അവർ നൽകിയ CSR ഫണ്ടിൻ്റെ കണക്കുകൾ പുറത്തു വന്നപ്പോൾ അതിൽ ആലുവ നഗരസഭ ജലധാര പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് തങ്ങൾ 6,36,000 രൂപ നൽകിയെന്ന് അവരുടെ തന്നെ കണക്കുകളിൽ പുറത്തുവിട്ട കണക്കുകളിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഈ ഒരു പൊരുത്തക്കേടും ഇത്തരത്തിൽ മറച്ചു വയ്ക്കാനുള്ള വികൃതിയും എല്ലാം തന്നെ വലിയ ഒരു ക്രമക്കേടിലേക്കാണ് വെളിച്ചം വീശുന്നത്. പ്രത്യേകിച്ച് ഒരു കരാർ കമ്പനിയെ അത് ഏൽപ്പിക്കുന്നു. ആ കരാർ കമ്പനിക്ക് നേരിട്ട് പണം നൽകുന്നതിന് വേണ്ടി CSR ഫണ്ട് നൽകുന്നതിന് വേണ്ടി CMRനോട് പറയുന്നു. ഇക്കാര്യം ചെയർമാനും ഒപ്പം തന്നെ മറ്റു ഭരണസമിതിയും എല്ലാം പൂർണ്ണമായും തന്നെ മറ്റ് കൗൺസിലർമാരിൽ നിന്ന് മറച്ചു വയ്ക്കുന്നു. ചർച്ചകൾ പലതും കൗൺസിലിൽ ഇക്കാര്യത്തിൽ നടക്കുകയും BJP കൗൺസിലർമാർ ഇക്കാര്യം അവിടെ ഉയർത്തുകയും എല്ലാം ചെയ്തപ്പോൾ പോലും ഈ ചോദിക്കേണ്ടത് ഈ രീതിയിലല്ല, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇപ്പോൾ മറുപടി നൽകാൻ കഴിയില്ല എന്നെല്ലാമുള്ള ഒരു ഒഴുക്കൻ മറ്റുള്ള മറുപടികളാണ് അവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആലുവ നഗരസഭ നൽകുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു വിശദമായ അന്വേഷണം വേണം. CMRലിൻ്റെ CSR ഫണ്ട് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടും അത് ആലുവ നഗരസഭ ഏത് രീതിയിലാണ് വിനിയോഗിച്ചതെന്നും എന്തുകൊണ്ട് ഇക്കാര്യങ്ങൾ അതിൻ്റെ ഫണ്ട് വിനിയോഗം അടക്കമുള്ള കാര്യങ്ങൾ മറച്ചു വെച്ചു എന്നതിലെല്ലാം തന്നെ വിശദമായ ഒരു അന്വേഷണം വേണമെന്ന ആവശ്യമാണ് അവിടെ ഉയർത്തപ്പെടുന്നത്. ദേവിക, ഡെങ്കിപ്പനി എലിപ്പനി ബാധിതരുടെ കണക്കുകൾ പുറത്തുവിടാതെ സംസ്ഥാന സർക്കാർ ഈ മാസം 11 വരെയുള്ള കണക്കുകൾ മാത്രമാണ് സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയത്. അവസാനം പുറത്തുവിട്ട കണക്കുകളിൽ 5,521 പേർക്കാണ് പനി ബാധിച്ചിട്ടുള്ളത്. കൃത്യമായ കണക്കുകൾ ലഭ്യമാകാത്ത ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളെയും താളം തെറ്റിക്കുമെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. ടിൻഡുദാസ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ടിൻഡു, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഡെങ്കിപ്പനി എലിപ്പനി ബാധിതരുടെ കണക്കുകൾ പുറത്തുവിടാത്തത് എന്ന ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വിശദീകരണം വന്നിട്ടുണ്ടോ? ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ 5,621 പേരുടെ ഡെങ്കിപ്പനി കണക്കുകൾ മാത്രമാണ് ഇതുവരെ സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പിൻ്റെ ഡാഷ്ബോർഡിൽ നിന്ന് ലഭ്യമാകുന്നത്. ഈ കണക്കുകൾ അപ്ലോഡ് ചെയ്യാതെ, വ്യക്തമായ കണക്കുകൾ പുറത്തുവിടാതെ ആരോഗ്യ വകുപ്പ് ഈ വിഷയത്തിൽ ഒളിച്ചുകളി തുടരുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമുക്കറിയാം, മൺസൂണിന് മുന്നേ തന്നെ വേനൽ മഴ ശക്തമായി ലഭിച്ചിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം മൺസൂൺ വരുന്നു. മഴക്കാലം കൂടി വന്നതോടെ പകർച്ചപ്പനി, അതോടൊപ്പം തന്നെ ഡെങ്കിപ്പനി, എലിപ്പനി തുടങ്ങിയ രോഗങ്ങൾ സംസ്ഥാനത്ത് വ്യാപകമായിട്ട് പടർന്നു പിടിക്കുകയാണ്. മരണക്കണക്കുകൾ, അതോടൊപ്പം തന്നെ എത്ര പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്, എത്ര പേര് ചികിത്സയിലാണ് തുടങ്ങിയ കണക്കുകളൊക്കെയാണ് ലഭ്യമാകേണ്ടത്. ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ വേണം ദേവിയെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടതും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏത് തരത്തിൽ നടത്തേണ്ടതാണെന്നുള്ള വിശദമായിട്ടുള്ള ഒരു പ്ലാനിലേക്ക് കടക്കാൻ സാധിക്കുക. 3 മാസങ്ങൾക്ക് മുമ്പ് ഈ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം, കോളറ തുടങ്ങിയ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ അപ്പോൾ എങ്ങനെ തടയാമെന്നും അതോടൊപ്പം തന്നെ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് മൈക്രോ പ്ലാനുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഈ മൈക്രോ പ്ലാനുകൾ സമയോചിതമായി നടത്താതിരിക്കുകയും അല്ലെങ്കിൽ സമയബന്ധിതമായി പൂർത്തിയാകാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു RRT ടീം മീറ്റിംഗ് നടത്തിയിരുന്നു, അല്ലെങ്കിൽ ഒരു RRT ടീം യോഗം നടത്തിയിരുന്നു. ആ യോഗത്തിൽ ഉയർന്നു വന്ന ഒരു പ്രധാന ആവശ്യമായിരുന്നു ഇത്തരത്തിൽ മൈക്രോ പ്ലാനുകൾ സമയബന്ധിതമായി, അതോടൊപ്പം തന്നെ മൈക്രോ പ്ലാനുകൾ സമയാധിഷ്ഠിതമായി പൂർത്തിയാക്കുക എന്നൊരാവശ്യം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഈ നേരത്തെ സൂചിപ്പിച്ച തരത്തിലുള്ള രോഗങ്ങൾ, എലിപ്പനി, ഡെങ്കിപ്പനി തുടങ്ങിയുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യത എന്തായാലും ഈ കണക്ക് പുറത്തുവിടാത്തത് ഈ പ്രതിരോധ പ്രവർത്തനങ്ങളെയും കൂടി വളരെ വലിയ രീതിയിൽ ബാധിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ടിൻഡുദാസാണ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. വാദ്യലോകത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു 7 വയസ്സുകാരൻ ചേർത്തല ചെറുവിഴ സ്വദേശിയായ വാസുദേവ് മാരാറാണ് 7ാം വയസ്സിൽ ചെണ്ടമേളത്തിൽ തുടക്കം കുറിച്ചത്. മേള കലാകാരന്മാരായ കുടുംബാംഗങ്ങളിൽ നിന്നുമാണ് ഈ മിടുക്കൻ വിദ്യ അഭ്യസിച്ചത്. ഏഴു വയസ്സാണ് വസുദേവിന് പ്രായം. മുതിർന്നവരോടൊപ്പം പരിപാടികളിൽ കുട്ടിച്ചണ്ടയും തൂക്കി വസുദേവും കുട്ടിക്കയറും. മേള കലാകാരന്മാരായ കുടുംബാംഗങ്ങളിൽ നിന്നും പ്രചോദിതനായാണ് ചെണ്ടമേളത്തിലേക്ക് വസുദേവും ചുവടുവെച്ചത്. 3 വയസ്സ് മുതൽ മേളത്തിൽ താല്പര്യം കാണിച്ചതോടെ അച്ഛനും സഹോദരങ്ങളും കുട്ടിക്ക് ഒരു ചെറിയ ചെണ്ടയും നൽകി. ബാക്കിയെല്ലാം സ്വയം പഠിച്ചെടുക്കുകയായിരുന്നു. 3 വയസ്സാകുന്നതിന് കൊട്ടനോട് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ തുടർന്ന് പുള്ളി പതുക്കെ ഇടയ്ക്ക ഇങ്ങനെ തോളത്തിട്ടാൻ ചെയ്ങ്കില അലത്താളം ഇങ്ങനെ കൊട്ടാൻ വന്നു. പിന്നെ പതുക്കെ ചെണ്ട വേണമെന്ന് നമ്മളെ
കൊട്ടണ ചെണ്ട താഴത്ത് വയ്ക്കുമ്പോൾ അത് കൊട്ടുക. പിന്നെ അങ്ങനെ പതുക്കെ പതുക്കെ തോളത്തിടാൻ തുടങ്ങി. പിന്നെ പുള്ളിക്ക് ഇതിനോട് ഉത്സാഹം കൂടിയപ്പോൾ നമ്മളൊരു ചെണ്ട പുള്ളിയുടെ പാകത്തിന് നമ്മൾ കൊട്ടുന്ന ചെണ്ട പോലെ തന്നെ ചെണ്ട ഒരെണ്ണം ഉണ്ടാക്കി അവന് കൊടുത്തു. അപ്പം നമ്മുടെ പോയി ഇരുന്ന് പഠിത്തമൊന്നുമല്ല, നമ്മുടെ നടന്ന് കുട്ടികളുടെ പഠിത്തമാണ്. ഇടക്കയും ചേങ്ങിലയും ഇലത്താളവും വസുദേവിന് വഴങ്ങും. പഞ്ചാരിയിലെ 3ഉം 4ഉം ഈ 7 വയസ്സുകാരന്റെ കയ്യിൽ ഭദ്രം. അത്യാവശ്യം പഞ്ചാരി 3ഉം 4ഉം 5ഉം കൊട്ടും. പൂർണ്ണമായിട്ടല്ല, എന്നാലും അത്യാവശ്യം 3, 4, 5 കൊട്ടും. ചെമ്പടവട്ടം, പിന്നെ പഞ്ചവാദിന് തിമിലപ്പാണി കൊട്ടും, പഞ്ചവാദ്യം കൊട്ടും. പിന്നെ കൊട്ടിപ്പാടി സേവ 2-3 കീർത്തനങ്ങൾ പഠിച്ചു. ഇടയ്ക്ക് കൊട്ടി പഠിക്കുന്നു. ഇപ്പോൾ തിരുവിഴാമ്പലം, ചേർത്തലാമ്പലം ഇവിടെ കുട്ടിയിട്ടുണ്ട്. ചെണ്ട സ്കൂളിലൊക്കെ പരിപാടിക്ക് വിളിക്കും. ചേർത്തല ചെറുവിഴ സ്വദേശികളായ ദിലീപ് കുമാർ, പ്രിയങ്ക ദമ്പതികളുടെ മകനാണ് വസുദേവ്. അച്ഛന്റെയും പിതൃ സഹോദരന്മാർക്കുമൊപ്പം നിരവധി വേദികളിൽ ഈ 7 വയസ്സുകാരൻ ഇതിനോടകം മേളവിസ്മയം തീർത്തിട്ടുണ്ട്. ജനം, കൊച്ചി. പുത്തൻപുലരിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. പക്ഷേ വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്സ് കാണാം. നമസ്തേ.